പ്രിൻസിപ്പൽ മാനേജ്മെന്റ് ആൻഡ് പാരൻസ്. ഇന്ന് രാവിലെ മുതൽ ഇവിടെ ക്ലാസ് ഉണ്ടായിരുന്നു. എത്ര പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ്? ഇവിടെ നിന്ന് ഓക്കെ, മതിയായിട്ടില്ലേ? എന്താ വീട്ടിൽ പോകണില്ലേ? ഓക്കെ. അല്ലെങ്കിൽ പാരൻ്റായ എനിക്ക് കണ്ടല്ലോ ഇഷ്ടമാണ്. ഇപ്പൊ തന്നെ കേട്ട് കഴിഞ്ഞാൽ മക്കളെയും കൂടി ഞാൻ ഈ ഒരു പ്രോഗ്രാം ശരിക്കും എൻ്റെ മനസ്സിലേക്ക് പോയില്ല. അതാണ് ഞാൻ പുറത്തുനിന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വന്ന അമ്മ ഒരു മകനെയും കൊണ്ടാവുന്നത്. ആ ഡിസ്കഷൻ ഉള്ള സമയത്താണ് സുബോധനോട് പറഞ്ഞ ഈ പ്രോഗ്രാം ആണെന്ന് മനസ്സിൽ പതിഞ്ഞില്ല. ഈ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ബട്ട് ഐ ഫോർഗോട്ട്. ആ കുട്ടി വന്നത് എന്തിനു ചേർക്കണം എന്നുള്ളതാണ്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ പഠിച്ചിട്ടുണ്ട് +1 +2. IIT JEE എക്സാം കഴിഞ്ഞു അല്ലേ? അത് എഴുതിയിട്ടുണ്ട്. ജമീൻ കഴിഞ്ഞു. കിട്ടാൻ സാധ്യതയില്ല സാർ. ആദ്യം പറഞ്ഞതാണ്. ഇനിയിപ്പോൾ ബയോളജി പഠിച്ചതുകൊണ്ട് മെഡിസിനുള്ള എൻട്രൻസും കൂടി എഴുതാം. പക്ഷെ അതും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും സാർ? ഞാൻ പറഞ്ഞു, കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും BA ഇംഗ്ലീഷിനോ ഏതെങ്കിലും പോയി ചേരാൻ പറഞ്ഞു. അത് സാർ അങ്ങനെ പറയാം. BA ഇംഗ്ലീഷിന് ഡയോള കോളേജിൽ പോയി ചേരും മദ്രാസിൽ. BComന് ചേരാം. ഇപ്പൊ പറഞ്ഞ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ എൻ്റെ ഒരു സുഹൃത്തിന്റെ കോട്ടയത്ത് LICയിൽ വർക്ക് ചെയ്ത ജോണിന്റെ മകനോട് ഇതേപോലെ ഞാൻ പറഞ്ഞത്. സെന്റ് സ്റ്റീഫൻസ് കോളേജിലാണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞിപ്പോ ടാറ്റ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസിൽ PG ചെയ്യുന്നു. BTech പഠിപ്പിച്ചിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. എൻ്റെ ഒരു അറ്റോമിക് എനർജിയിലെ സയന്റിസ്റ്റ് ആണ്. അവരുടെ മകളെ BTechനാണ് ചേർത്തത്. BTech കഴിഞ്ഞ് TCSൽ വർക്ക് ചെയ്ത് 2 കൊല്ലം. കഴിഞ്ഞ വെക്കേഷന് ഹൈദരാബാദിൽ പോയ സമയത്ത് അവിടെ ജോലി രാജിവെച്ചു. എന്നിട്ട് എന്താ വെച്ചാൽ വെറുതെ ഇരിക്കുകയാണ്. എന്താ TCSന് ജോലി? അല്ല, എനിക്ക് വൈൽഡ് ലൈഫ് പഠനമാണ് ഇഷ്ടം. എന്നിട്ട് ഇപ്പം മൃഗങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ആ കുട്ടി BTech പഠിക്കുന്നതിന് പകരം സാധാരണ ഫോട്ടോഗ്രാഫി പഠിച്ചിരുന്നെങ്കിൽ ഷുഡ് ഹാവ് ബീൻ മച്ച് ബെറ്റർ. അപ്പൊ എന്ത് ഇൻട്രസ്റ്റ് ആണെന്ന് ചോദിച്ച സമയത്ത് അന്ന് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അമ്മ പറഞ്ഞത് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, പല നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ട് മോൻ എന്റെ സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തത് അമ്മ പറഞ്ഞിട്ട്. ഈ ഏറ്റവും കൂടുതൽ അമ്മ പറഞ്ഞ കേൾക്കുന്ന മക്കളാണ് എല്ലാവരും. ഈ കുട്ടിയോട് ഞാനിപ്പോ ചോദിച്ച സമയത്ത് എന്താ വെച്ചാൽ അമ്മ പറഞ്ഞിട്ടാ. എന്താ ഈ മകന് ടെൻഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അമ്മയ്ക്ക് എത്ര ടെൻഷൻ ഉണ്ടോ അത്രയും ഹൃദയമിടിപ്പ് മക്കൾക്കും കൂടും. കാരണം സ്വന്തം മക്കളാണല്ലോ. അച്ഛൻ്റെ ഹൃദയമിടിപ്പൊന്നും കൂടില്ല. കാരണം ഹൃദയം ഇടിക്കാറില്ല. ഇവർക്ക് ഒരു പ്രശ്നമില്ല. എവിടെയെങ്കിലും പഠിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. സാധാരണ അച്ഛന്മാരുടെ സ്വഭാവമാണ് അത്. ഞാൻ പറഞ്ഞുണ്ടാക്കുന്നതല്ല. ബയോറിതം എന്ന് പറഞ്ഞിട്ട് സാധനം ഉണ്ട് അമ്മയുടെ. നമ്മൾ ശരിക്കും ഗ്രാഫ് വരച്ച് നോക്കിയാൽ കാണാം. എക്സാക്ട്ലി മാച്ച് ചെയ്യും അമ്മയുടെ. അമ്മക്ക് എത്ര ടെൻഷൻ ഉണ്ടോ അത്രയും ടെൻഷൻ മക്കൾക്ക് ഉണ്ടാവും. ഇപ്പൊ കുട്ടിയോട് ചോദിച്ചു, നീ എന്താ കൺഫ്യൂഷൻ, അമ്മക്കാണോ മോനാണോ? അപ്പൊ അമ്മ മോന്റെ മുഖത്തുകൊണ്ട്, മുഖൻ അമ്മയുടെ മുഖത്തൊക്കെ ഉണ്ട്. നമുക്ക് രണ്ടാക്കുണ്ടല്ലേ. എല്ലാവർക്കും കുഴപ്പമില്ല. ശരിക്കും തീരുമാനിക്കണം. ഞാൻ പറഞ്ഞു 24 മണിക്കൂർ എടുത്തോളൂ. 24 മണിക്കൂർ കൊണ്ട് തീരുമാനിക്കുക. എന്ത്? എല്ലാ ടേബിളും വരയ്ക്കുക. എന്നിട്ട് തീരുമാനിക്കുക എന്താവണം എന്നുള്ളത്. പിന്നെ ഡിസ്കസ് ചെയ്യരുത്. നമ്മളൊരു ഹോട്ടലിൽ പോയിട്ട് ചപ്പാത്തിക്ക് ഓർഡർ ചെയ്യാം. അയാൾ കൊണ്ടുവരുന്നതിന് മുമ്പ് പറയാം ഇതല്ല വേണ്ട മസാല ദോശ. എന്ത് ചെയ്യും അയാൾ? ഒരു ബസ് കയറിയിട്ട് കണ്ടക്ടർ ചോദിക്കും എവിടെയാ പോകേണ്ടതെന്ന്. എനിക്കറിയില്ല എവിടെയാ പോകേണ്ടതെന്ന്. എന്ത് ചെയ്യും? ഇറക്കി വിടുകയില്ലയോ? പുനത്തിൽ കുഞ്ഞത്തുള്ള നല്ലൊരു കഥാകാരനാണ്. അയാളുടെ ഒരു കഥയുണ്ട്. അടുത്ത കാലത്ത് മാതൃഭൂമിയിൽ അയാൾ സ്പെഷ്യൽ ഇഷ്യൂലൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പഴയ കഥയുണ്ട്. 5 or 6 ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ എന്താവണം ജീവിതത്തിൽ എന്നാണ് ചോദ്യം. അവസാനം ആശീർവാദം കൊടുക്കണല്ലോ. എന്തിനെ? നന്നായി വരട്ടെ എന്ന് പറഞ്ഞിട്ട് കുറേ കാലത്തെ പഠനം ഈ ഗുരുവിന്റെ കീഴിൽ ശിഷ്യന്മാരൊക്കെ പഠിക്കുകയാണ്. 6 പേര്. ആദ്യത്തെ ആൾ വന്ന് ചോദിക്കുന്നു എനിക്ക് എന്താവണം. അപ്പം എനിക്ക് പട്ടാളക്കാരനാവാനാണ് ഇഷ്ടം. അപ്പം എന്തേ കാരണം വെച്ചു, എനിക്ക് യുദ്ധം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ ഗുരു പറയാണ്, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സമാധാനത്തെക്കുറിച്ച് മാത്രം ക്ലാസ് എടുത്ത ഞാൻ. എന്നിട്ട് നീ ഇപ്പൊ തീരുമാനിച്ച് എന്ത് ചെയ്യണം എന്നാണ്? യുദ്ധം ചെയ്യണം. എന്നാലും ഒരു തീരുമാനം ഉണ്ടായല്ലോ, നീ അതായിട്ട് വരട്ടെ, ഏറ്റവും നല്ല സോൾജറായിട്ട് വരട്ടെ എന്നുള്ള ആശീർവാദം കൊടുക്കും. അങ്ങനെ ഒരാൾ ഇപ്പം ഡോക്ടറാണ്. എന്തേ കാരണം? എനിക്ക് സന്തോഷമായി. കാരണം നീ സോഷ്യൽ സർവീസ് ചെയ്യാനല്ലേ ഡോക്ടർ ആവുന്നത്. അല്ല, നല്ല കാശ് കിട്ടുന്ന പണിയാണെന്നുകൊണ്ടാണ്.
അപ്പോഴും ഗുരു പറയും, ഞാൻ സാമൂഹ്യ സേവനത്തെ കുറിച്ചൊക്കെ നിനക്ക് നന്നായിട്ട് പറഞ്ഞു തന്നിട്ട് ഇപ്പോഴും നീ കാശുണ്ടാക്കാനുള്ള പണിയല്ല ആലോചിക്കണം. എന്നാലും സാർ അതാവട്ടെ. ഒരു സ്റ്റുഡന്റ് വന്നിട്ട് അവൻ ചോദിക്കും, എന്താവണം? എനിക്കറിയില്ല എന്താവണം. എന്ത് പറഞ്ഞനുഗ്രഹിക്കും? ഇതാണ് കഥയുടെ കൺഫ്യൂഷൻ. ആണോ അല്ലയോ? ഇന്ന് ഇവിടെ വന്ന മക്കൾക്ക് ഞാനൊരു അസൈൻമെന്റ് കൊടുത്തിരുന്നു. 30 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെ ഞാൻ കാണാമെന്ന് വിചാരിക്കാം. ഒരു ഗ്രാഫ് വരയ്ക്കണം. 2015 10ാം ക്ലാസ് പാസ്സായി. 2017 ആവുമ്പോൾ അല്ലേ, പിന്നെ 20 ആവുമ്പോൾ, അങ്ങനെയൊക്കെ നിങ്ങൾ ഗ്രാഫ് വരച്ചിട്ട് എന്താവണം. ഇപ്പൊ 2030 ആവുമ്പോൾ ഒരു തമാശയാണ്, ഒരു കളി രൂപത്തിലാണ് ചെയ്തത്. അപ്പോൾ ചില ആൾ വന്നിട്ട് പറയും, എനിക്ക് 2030 ഞാൻ ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യണം, എൻ്റെ മാരേജ് കഴിഞ്ഞു. ഇപ്പൊ തമാശ ഞാൻ ചോദിച്ചിട്ടുണ്ട് കുട്ടിയോട്, ഹസ്ബൻഡിന്റെ പേരെന്താണ്, എത്ര മക്കളുണ്ട്, അവരിതൊക്കെ ഗസ് ചെയ്ത് തമാശയായിട്ട് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും തമാശ, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന തമാശയാണ്. ഒരു കുട്ടി പറഞ്ഞത് ഏറ്റവും നല്ല തമാശ എന്താ അറിയോ? ഞാൻ 12ാം ക്ലാസ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് റിപ്പീറ്റ് ബാച്ചിൽ ഒരാൾ സ്വപ്നം കാണുന്നൊന്ന് ആലോചിച്ച് നോക്കണം. ആരെങ്കിലും ഇങ്ങനെ സ്വപ്നം കാണും? ഞാൻ പറഞ്ഞില്ലേ മോള് ക്ലാസ്സിൽ റിപ്പീറ്റ് ബാച്ചില്. അത്ര പച്ചയായിട്ട് പറഞ്ഞില്ല, എന്റെ മനസ്സിൽ വന്നതാണ്. ഇതും കൂടി സ്വപ്നം കാണണം. എന്റെ കല്യാണം കഴിയാൻ പോവാണ്, കല്യാണം കഴിച്ച ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിട്ടുള്ള ഒരാളെയാണ്. ഇങ്ങനെയൊക്കെ ആലോചിക്കാറോ അല്ലെ? ആരെങ്കിലും ഇങ്ങനെ സ്വപ്നം കാണുന്നവരുണ്ടാവും. ജനിച്ച കുട്ടിക്ക് പോളിയോ ആണ്. ഇങ്ങനെയൊക്കെയാണോ സ്വപ്നം കാണേണ്ടത്? ഫെയിലിയർ ആണോ സ്വപ്നം കാണുന്ന മനുഷ്യൻ? സക്സസ് അല്ലേ കാണേണ്ടത്? ആ സ്വഭാവം ഇല്ലാണ്ടായിരിക്കുന്നു പല കുട്ടികൾക്കും. കാരണം ഇതാണ് ആ ഗ്രൂപ്പ്. അതാണ് എത്രയോ കുട്ടികൾ ഈ ഫോൺ ചെയ്യുന്നത്. എന്തിനറിയോ? ഇന്നലെ ഒരു കുട്ടി വന്നു, സങ്കടം. ആ കുട്ടിയുടെ പടം ഞാൻ കാണിച്ചു കൊടുത്തു ടീച്ചർ കാണുന്നത്. അത് നമ്മൾ ഡിസ്പ്ലേയിലൊക്കെ വെക്കാൻ പറ്റിയ സാധനമാണ്. കോട്ടയത്തുകാരനാണ്, സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്യുന്നത്. മകനും ഹസ്ബൻഡും വൈഫും 2 പേരും ഇന്നലെ രാത്രി ഒരു 1 മണി വരെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. എൻ്റെ കൂടെ 10 മണിക്ക് എത്തിയത്. ഇന്നിവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞ സമയത്ത് കൂടെ ട്രാവൽ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഒരാളുണ്ടാവും എൻ്റെ കൂടെ. പക്ഷെ അദ്ദേഹം രാത്രി വന്ന് മകളെ കോളേജിൽ വിട്ടിട്ട് വേണം വരാൻ. മകള് MBBS പഠിക്കാണ്. ചെറിയ പൈസ കൊടുത്തിട്ട് MBBS ചേർത്ത് 70 ലക്ഷം രൂപ. അവളുടെ മുഖം കണ്ടാൽ ഞാൻ ആദ്യം പറഞ്ഞതാ, മോളെ നീ മെഡിസിൻ പഠിച്ച് MBBS ആയിട്ട് നിന്റെ അടുത്ത് ആരെങ്കിലും കൺസൾട്ടേഷൻ വന്നാൽ ആ രോഗി പറയും, ഡോക്ടർക്ക് എന്താ അസുഖം? നീ കാണുമ്പോഴുള്ള മുഖം കണ്ടാൽ എന്ത് പറ്റി? ഒന്നും പറ്റില്ല സാർ. പിന്നെ നിങ്ങൾക്ക് ഉറക്കൂലാണ്? അല്ല സാർ. എപ്പോഴും ഇങ്ങനെയാണോ? ആണ് സാർ. എന്താന്ന് ആലോചിച്ചോട്ടാ കുട്ടിയുടെ മുഖം കണ്ട. ഞാൻ വിചാരിച്ചു ഈ യാത്ര കൊണ്ടും ഒക്കെ ബുദ്ധിമുട്ടായിട്ടാണ്. അപ്പൊ അമ്മയും പറഞ്ഞു, എപ്പോഴും ഇതാ സാറേ മുഖം, ഒരു സന്തോഷമില്ലെന്ന്. ഇങ്ങനെ അതിൽ ടെൻഷനായി. 70 ലക്ഷം പോയി പരീക്ഷയൊക്കെ കണ്ട് തോറ്റുപോയാൽ എന്ത് ചെയ്യും? ഇനി ഈ 70 ലക്ഷം കഴിഞ്ഞാൽ MBBS ഡോക്ടർ ആരെങ്കിലും പോവോ? MBBS ഡോക്ടർ അടുത്ത് പാരാ കൺസൾട്ടേഷൻ MBBS ഡോക്ടർ അടുത്ത് പോവാ? ആരും പോവില്ല. എന്ത് വേണം? MD MS വേണ്ടേ? അതിനെത്ര കൊടുക്കണം? ആണോ പറയാ? ഒരു മെഡിക്കൽ കോളേജിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോയി. MBBS BDS MD ഒക്കെ പഠിക്കുന്ന കുട്ടികൾ. അത് കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ടെലിഫോൺ കോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് മെഡിക്കൽ കോളേജിലെ പിള്ളേരുടെ അടുത്താണ്. സാർ രാത്രി 12 മണിക്ക് വിളിക്കും, സാർ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ചോദിക്കും, ഹോസ്റ്റലിലാണോ? ആണ്. എത്രാമത്തെ ഫ്ലോറിലാണ്? 7ാമത്തെ ഫ്ലോറിൽ. ചാടിയാ ചാവുന്ന ഉറപ്പുണ്ടെങ്കിൽ ഇപ്പൊ ചാടിക്കോ. ആത്മഹത്യ ചെയ്യുന്ന ആൾക്ക് അതിന്റെ വഴി പറഞ്ഞു കൊടുക്കല്ലേ നമ്മുടെ പണി. രാത്രി 12 മണിക്ക് വിളിച്ച് ആത്മഹത്യയാണെന്ന് പറയുന്നത് നമ്മൾ എന്താ പറയണ്ടേ? ചുന്നിയൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ സാരി ഉണ്ടോ, കയ്യിൽ വല്ല ബുക്ക് ഉണ്ടോ? 2-3 മാർഗങ്ങളുണ്ട് ആത്മഹത്യക്ക്. ഏതാ വേണ്ടിച്ച സെലക്ട് ചെയ്തോളൂ. സാർ തമാശയാണ് പറയുന്നത്. ഞാൻ തമാശ സീരിയസ് ആയിട്ട് ആത്മഹത്യ ചെയ്യാന്ന് വെച്ച് പറയുന്ന ഒരാൾക്ക് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം? അതിനുള്ള മാർഗം പറഞ്ഞു കൊടുക്കണം. അപ്പൊ എന്നോട് ചോദിച്ചു, സാർ തമാശയാണോ? അല്ല കുട്ടി, ആരെങ്കിലും ഉണ്ടോ സീരിയസ് ആയിട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരാളെ വിളിച്ച് പറയോ ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന്? അല്ല ആത്മഹത്യ ചെയ്യണോ? ചെയ്യാം. ആരോടും പറയില്ല. ഞാൻ പറഞ്ഞു, ബൈ ചാൻസ് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ചെയ്യരുത്. കാരണം അവസാനത്തെ കോളാക്കാം. എനിക്കാണ് നാളെ പോലീസ് വന്നാൽ 20 മിനിറ്റ് നമ്മൾ ഫോണിൽ സംസാരിച്ചു എന്നിട്ട് ചത്ത് കഴിഞ്ഞാൽ പിന്നെ എന്റെ പിന്നാലെ എന്നെ എന്തിനാ കഷ്ടപ്പെടുത്തുന്നത്? അതുകൊണ്ട് ഇന്ന് ചെയ്യണ്ട. ഇനി അഥവാ ചെയ്യുകയാണെങ്കിൽ ഒരു 10-30 പേരെ വിളിക്കുക, വെറുതെ കുറച്ച് സമയം സംസാരിക്കും.
അത് കഴിഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യും. എല്ലാവരും കൊടുക്കട്ടെ, നമ്മളായിട്ട് മാത്രം നേരിന്റെ പിന്നാലെ നമുക്ക് ഇഷ്ടംപോലെ പണിയുണ്ട്. പിന്നെ എന്താ പ്രശ്നം? സർ നാളെ ഫാർമക്കോളജി എക്സാം ആണ്, ഞാൻ എന്തായാലും തോക്കും. ഇതാണോ പ്രശ്നം? അതിപ്പോ നമ്മൾ മാറ്റത്തിലാണ്. ഹോസ്റ്റലിൽ കുറേ കുട്ടികളുണ്ടാവും, എല്ലാ റൂംസിലും കയറാം, എന്നിട്ട് ഒരു ചോദ്യം തരുമോ എന്ന് ചോദിക്കാം. ഇവരൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് ആണല്ലോ. അവർക്കൊരു പരീക്ഷ എഴുതാൻ പോണ സമയത്ത് ഏതാ ചോദ്യം വരിക, സീരിയസ് ആയിട്ടുള്ള ഒരു പഠിക്കുന്ന ഏത് കുട്ടിക്കും 1-2 ചോദ്യങ്ങൾ മനസ്സിൽ വരും. അതൊന്ന് ചോദിക്കാൻ അതിൻ്റെ ഉത്തരവ് കിട്ടും. എത്രയേ ഉള്ളൂ മാർക്ക്? 78 അങ്ങാണ്ട് ശതമാനം കുട്ടികൾ കുട്ടി പാസ്സായി ഈസി ആയിട്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയാവണത്? മക്കൾ? ഇപ്പൊ ഇന്നലെ വന്ന കുട്ടിയുടെ അമ്മ സൗദി അറേബ്യയിലാണ്. പിന്നെ അമ്മ പറയാം, രാവിലെ സാറെ വിളിച്ചാലേ എഴുന്നേക്കുള്ളൂ. അപ്പൊ എല്ലാ ദിവസവും സൗദി അറേബ്യയിൽ നിന്ന് വിളിച്ചിട്ടാണ് എഴുതുന്നത്. അല്ല സർ, വീട്ടിൽ വന്നിട്ടുള്ള കാര്യം, വീട്ടിൽ വന്ന അമ്മയുടെ കൂടെ കിടക്കുമ്പോൾ അങ്ങനെ തന്നെ ഉറങ്ങണ്ടേ? ഹോസ്റ്റലിലാകുമ്പോൾ തോന്നുമ്പോൾ എഴുന്നേക്കും. മക്കൾ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഈ അനാവശ്യമായിട്ടുള്ള കൺസേൺ എടുക്കുന്നത് എന്തിനാ വെച്ചാൽ നമ്മുടെ ധാരണ, ഞാൻ കൺസേൺ എടുത്താലേ ആണോ അല്ലയോ അല്ലേ, അല്ലെങ്കിൽ മോശമാകും. ഒരു കുട്ടികളും മോശമില്ല, അവർക്ക് അവരുടെ കാര്യം നന്നായിട്ട് അറിയാം. ഞാൻ ചെറിയ LKG ക്ലാസ്സില് പാരന്റ്സ് മീറ്റിംഗിൽ ഒരു ദിവസം പ്രോഗ്രാം സമയത്ത് പക്ഷെ നിങ്ങളുടെ ചെറിയ LKG കുട്ടികൾ അറിയാം, അവരുടെ പാരന്റ്സിനെ ക്ലാസ് എടുക്കണം. LKG കുട്ടികൾക്കുള്ള പാരന്റ്സിനെ ക്ലാസ് എടുത്തത് ഞാൻ പണ്ട് കുറേ കാലത്ത്, എൻ്റെ മകൻ LKG പഠിക്കും, 10-20 വർഷം മുമ്പ്. അപ്പൊ ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ മക്കളിൽ എത്ര പേര് സൂചി നൂലും കൊടുത്താൽ നൂല് സൂചിയുടെ ഉള്ളിലൂടെ കടത്തി തരും? സർ, സൂചി നൂലും കൊടുക്കുക മക്കൾക്ക് എന്താ കൊടുത്ത പ്രശ്നം? താഴെ വീണ് കാണണ്ടാവുന്നതുകൊണ്ടാണ് ആണോ? എവിടെയെങ്കിലും കുത്തി നോക്കാൻ കുട്ടിയെ വെച്ചു. എൻ്റെ കയ്യിൽ സൂചി നൂലൊക്കെ ഉണ്ട്, എൻ്റെ ബാഗിലുണ്ട്, എപ്പോഴും ഉണ്ട് സാധനം. എപ്പോഴും കുറേ ടൂൾസ് കൊണ്ട് നടക്കുന്ന ആളാണ്, അത് ഉപയോഗിക്കുന്ന വളരെ കുറവാണ്. ആ ഒരു സൂചി എടുത്ത് ആ കുട്ടീൻ്റെ അകത്തൊരു കുത്തി, ഇനി കുത്തിയ ഇതേപോലെ സൂചി പിടിച്ചോളാൻ പറഞ്ഞു. ആ കുട്ടി ഇങ്ങനെ പിടിക്കണം. നിങ്ങൾ കണ്ടില്ലേ എത്ര ശ്രദ്ധിച്ചിട്ടാണ്? ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുന്നതിനേക്കാളും ആര് ശ്രദ്ധിക്കും? പിള്ളേര് ശ്രദ്ധിക്കും. ഇത് താഴെ വീണാ കാണാൻ പറ്റാത്ത സാധനമാണ്, താഴെ വീഴെന്ന് പറഞ്ഞാൽ ആ കുട്ടി ഇങ്ങനെ പിടിക്കും. ഒരമ്മയും പിടിക്കില്ല അത്ര. അതേ നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. നല്ല കഴിവുള്ള മക്കളാണ്, പക്ഷെ നമ്മൾ അതിനുള്ള ചാൻസ് കൊടുക്കാറില്ല. മക്കൾക്ക് തീരുമാനം എടുക്കാൻ നല്ല കോൺഫിഡൻസ് ഉള്ള കുട്ടികളാണ്, നമ്മൾ അതിന് ചാൻസ് കൊടുക്കാത്തതാണ്. ആദ്യം വേണ്ടത് ഇതിനുള്ള പക്വത ഉണ്ടാക്കിയെടുക്കാനുള്ള ചില കഴിവുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ പല പാരന്റ്സും പറയും, എൻ്റെ മോൻ മീനില്ലാണ്ടേ ഭക്ഷണം കഴിക്കില്ല. പിന്നെ ജനിച്ചത് മുതൽ മീൻ കഴിച്ചോണ്ടല്ലേ അവൻ ജനിച്ചത്. ഇത് അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മീനെ, എന്തായാലേ കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് പേര് പറഞ്ഞ് മക്കൾക്ക് കൊടുപ്പിക്കുകയാണ് സംഭവം. നമ്മുടെ ആ ക്യാമ്പിൽ ഓർമ്മയില്ലേ, എത്ര കുട്ടികളുണ്ടായിരുന്നു അറിയോ? സർ ക്യാമ്പിനയക്കാം, പക്ഷെ വെജിറ്റേറിയൻ ആണ്, ആശ്രമത്തിലാണ് മതി. സർ ബുദ്ധിമുട്ടാ സർ, ഭക്ഷണം കഴിക്കാണ്ട് ചത്തു എൻ്റെ മക്കൾ 3 ദിവസം. ഒരു കുഴപ്പമില്ല. ഇപ്പൊ അച്ഛനും അമ്മക്കും ബുദ്ധിമുട്ടായി, കാരണം വെച്ചാൽ മീൻ വേണ്ടാന്ന് പറയണം. ഇപ്പൊ ആരുടെ പേര് പറഞ്ഞ് മേടിക്കും വീട്ടില്? ഇത്രയും കാലം മക്കളുടെ പേര് പറഞ്ഞ് മേടിച്ചാൽ ഇനിയിപ്പോ എനിക്ക് തിന്നാനാണെന്ന് പറഞ്ഞിട്ട് മീൻ മേടിക്കാൻ വലിയ അമ്മമാർക്കും താല്പര്യം ഉണ്ടാവും. ഇതൊക്കെ പാരന്റ്സ് പോലെയാണ്. പാരന്റ്സിന്റെ യഥാർത്ഥമായ സ്റ്റൈല് അതുപോലെ കൃത്യമായിട്ട് മക്കളിൽ കാണാൻ പറ്റും. ശരിക്കും ചെയ്യേണ്ടതാണ്. ഇപ്പൊ ചില കുട്ടികളുടെ കണ്ണൂരിലൊരു കുട്ടിയുണ്ട്, ആ അമ്മക്ക് ഒറ്റ പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു കംപ്ലൈന്റ് ഇല്ല, നല്ലവണ്ണം പഠിക്കും, പക്ഷെ TV ഓണാക്കിയാൽ മാത്രമേ ഭക്ഷണം ഇറങ്ങുള്ളൂ. എന്താ കാരണം അറിയാം? അമ്മക്ക് നല്ല പണിയുള്ള സമയത്ത് ചെറിയ കുട്ടികൾ മോള് TV കണ്ടോട്ടോ, അമ്മക്ക് അടുക്കളയിൽ പണിയുണ്ട് ആണോ അല്ലയോ? എന്നിട്ട് ഭക്ഷണം വെച്ച് കൊടുത്ത് ഇത് കഴിച്ചോട്ടോ, ശല്യമില്ലല്ലോ. ഇപ്പൊ എന്തായി? ഇത് സ്ഥിരമായിട്ട് കൊടുത്ത് ശീലിപ്പിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് വേണ്ടാന്ന് പറയും. ഈ അഡ്ജസ്റ്റ്മെന്റ് ആയിപ്പോയി, ഒരു രക്ഷയില്ല. ഇപ്പൊ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്, 1.25 മണിക്കൂറാണ് മിനിമം ഭക്ഷണം കഴിക്കാൻ വേണ്ടത്. നമ്മൾ ആ ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ചു പോയപ്പോഴത്തേക്കും കുട്ടി 10 മിനിറ്റ് ഉണ്ട്. വളരെ എളുപ്പമുള്ള ചില വിദ്യകളുണ്ട്, ട്രിക്കുകൾ. ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എല്ലാ അസുഖങ്ങളും മാറ്റാൻ പറ്റും. 18 ദിവസമാണ് ശരിക്കും കോഴ്സ് വേണ്ടത്, 18 ദിവസവും വേണ്ട സ്വഭാവം മാറ്റാൻ. ആരെങ്കിലും ഒന്ന് ട്രിഗർ ചെയ്ത് കൊടുത്താൽ മതി, ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും പിള്ളേരെ. പക്ഷെ എന്ത് വേണം? ആ ഒരു സിറ്റുവേഷനിൽ വേണം വളരാൻ. ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് നല്ല ഫെസിലിറ്റി ഉള്ളതോ, ഫെസിലിറ്റി വേണം, വേണ്ട എന്നല്ല പറയുന്നത്. കാരണം മിനിമം സൗകര്യങ്ങളൊക്കെ ജീവിച്ചു വന്നിട്ടുള്ള ഒരാൾക്ക്. അതുകൊണ്ടാണ് ഞാൻ
പല സ്കൂൾസിലും പോയി നോക്കിയിട്ട് പോരാ എന്ന് പറയാൻ കാരണം ഗൾഫിൽ നിന്ന് അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെയുള്ള കുട്ടികൾക്ക് ഇവിടെ വന്ന് താമസിക്കുമ്പോൾ അവർ താമസിച്ചൊരു സിറ്റുവേഷൻ ഉണ്ട്. അവിടുന്ന് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു മാറ്റത്തിൽ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം നോർത്ത് ഈസ്റ്റിൽ 15 ദിവസത്തെ ക്ലാസ്, 10 ദിവസത്തെ ക്ലാസ്, 3 ബാച്ച് വീതം 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത സമയത്ത് ഏറ്റവും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പയ്യനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ പറഞ്ഞു, രാജസ്ഥാൻ കോട്ടയിലാണ് എൻട്രൻസ് എക്സാം എഴുതാനാണ് പോണത് കോച്ചിങ്ങിന്. 11ഉം 12ഉം ക്ലാസ്സിന്റെ കൂടെ കോട്ടയിൽ എൻട്രൻസ് എക്സാം എഴുതും. കോട്ടയിൽ എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെന്നറിയോ? കോച്ചിങ് സെന്റേഴ്സ് 1300-ലധികം കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്. എത്ര ബാച്ചുകൾ ഉണ്ടെന്നറിയോ? 3-4 ബാച്ചുകൾ. എന്നുവെച്ചാൽ 5000 ക്ലാസ് മുറികളുണ്ട്. 5000 കോച്ചിങ് സെന്റേഴ്സ്. ഇപ്പൊ നമ്മളിവിടെ നടത്താൻ പോകുന്ന സെന്റർ ഉണ്ടല്ലോ, അതുപോലെ 5000 കോച്ചിങ് സെന്റേഴ്സ് ആണ് രാജസ്ഥാനിൽ പല സ്ഥലത്തായിട്ട്. കോട്ടയിലാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ ഈ തീരുമാനിച്ച കുട്ടിയുടെ അമ്മ, ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം അമ്മയെ വിളിച്ചുകൊണ്ടൊരും. അച്ഛനെ വിളിച്ചുകൊണ്ടൊന്നും കാര്യമില്ല, അമ്മയെ ഞാൻ ഡിസിഷൻ എടുത്തു. അമ്മയെ വിളിച്ചുകൊണ്ടിരാന്ന് പറഞ്ഞു. അമ്മ വന്നു. അച്ഛൻ എഞ്ചിനീയറാണ്, കുറച്ച് ദൂരെയാണ്. അവിടെ ഈ 100 കിലോമീറ്റർ യാത്ര ചെയ്യാൻ അരുണാചൽ പ്രദേശിൽ 10 മണിക്കൂർ വേണം. അത്രയും മോശം ടെറൈനാണ്, റോഡുകളില്ല, ബസ്സുകൾ ഉണ്ടാവാറില്ല. കുറേ ബുദ്ധിമുട്ടിട്ടായി അമ്മ വന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ 5000 കോച്ചിങ് സെന്റേഴ്സിൽ 5000 ഫിസിക്സ് മാഷന്മാർ വേണമല്ലോ. രാജസ്ഥാനിൽ 5000 നല്ല ഫിസിക്സ് മാഷന്മാരെയും കാണിച്ചാൽ പറ്റും. 5000 വേണ്ട, അവർ 3 ക്ലാസ്സിലോ 4 ക്ലാസ്സിലോ എടുക്കാന്ന് വിചാരിക്കാം പാരലലി. അങ്ങനെയാണെങ്കിലും 1000 ഫിസിക്സ് മാഷന്മാരുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് കേട്ടാൽ നമുക്ക് എത്ര അഭിമാനിക്കാന്നറിയോ? അത്രയും ബെസ്റ്റായിട്ട് പഠിപ്പിക്കുന്ന മാഷന്മാരെ കിട്ടാത്ത എളുപ്പമല്ല കേട്ടോ. മാഷന്മാരെ കിട്ടും, പക്ഷെ നല്ല ടീച്ചേഴ്സിന്, നല്ല പോലെ പഠിപ്പിക്കാൻ കഴിവുള്ള ടീച്ചേഴ്സിനെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടെ എങ്ങനെ ഇത്രയും നടത്തുന്നത്? വളരെ സിമ്പിൾ ആണ്. കുറേ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, സിറോക്സ് ചെയ്യുക. അവിടെ മാഷന്മാരല്ല ആവശ്യം, എന്താ? സിറോക്സ് മെഷീൻസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ സ്ഥിരമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് ഇതാണ് ഉത്തരം എന്ന് പറയും. ഈ മാഷോട് ഇത് എന്തുകൊണ്ടാണ് ഇതാണ് ഉത്തരം എന്ന് ചോദിച്ചാലോ അതറിയില്ല. കൃത്യമായിട്ട് പഠിച്ചു പോകും. ഈ ബാങ്ക് കോച്ചിങ്ങിൽ ഞാൻ എക്സാമ്പിൾ പറയാറുണ്ട്, അതുപോലെയാണ്. കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകും. പക്ഷെ ആ ക്വസ്റ്റ്യൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ചോദിക്കില്ല, കാരണം ഒരു കുറേ ക്വസ്റ്റ്യൻസിലുണ്ട്. പക്ഷെ IIT അതല്ല സ്ഥിതി. ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആണ്. ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയുണ്ട്? ടഫസ്റ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു 5 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചുകൊണ്ട് ഇപ്രാവശ്യം നടക്കില്ല. ശരിക്കും വിവരം വേണം. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഇപ്പൊ IIT-യിൽ അഡ്മിഷൻ കിട്ടുന്നവര് 0.43% ആണ്. ആന്ധ്രാപ്രദേശിൽ നിന്നും 17%. ഞാൻ ഹൈദരാബാദിലാണ് കുറെ വർഷമായിട്ട്. 17% ആന്ധ്രക്കാർ അഡ്മിഷൻ മേടിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് പോകുന്നത് 0.43. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്തരം കുറേ സെന്റേഴ്സിൽ നടക്കുന്ന കോച്ചിങ്ങുകൾക്കൊന്നും വലിയ എഫക്റ്റ് ഇല്ല എന്നാണ് കാണുന്നത്. അതുപോരാ, ഇതിനേക്കാളും മോശമാണ് പ്രോബ്ലം പല സ്ഥലത്തും. എന്തുകൊണ്ടാണ് പ്രോബ്ലം? ഇന്നൊരു മോള് വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചില്ലേ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. എന്തുകൊണ്ടാണ് ഇവിടെ വന്നത്? എന്തുകൊണ്ട് അവൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചത്, അവളുടെ സ്കൂളിലെ ഫെസിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. ഞാനിപ്പോൾ അവിടെ 5 ദിവസം ദോഹയിൽ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവൾ പറഞ്ഞു നല്ല എന്തൂസിയാസ്റ്റിക് ഒരു കുട്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, യു ആർ കമ്മിങ് ടു കേരള വിത്ത് മീ, യു ആർ ഗോയിങ് ടു ജോയിൻ ദിസ് പ്ലേസ് നോ. ഇന്ന് ഞാൻ ഇവിടെ എത്തുമ്പോഴത്തേക്ക് എൻ്റെ പിന്നാലെ എത്തിയിട്ടുണ്ടെന്ന്, ഇവിടെ ചേരുകയാണെന്ന് പറഞ്ഞു. എന്താ കാരണം ചോദിച്ച സമയത്ത് ആ ഫെസിലിറ്റിയിൽ അവൾ IIT-യിൽ എത്തില്ല, MBBS എയിംസിൽ എത്തില്ല എന്ന് 100% ഷുവറാണ്. കാരണം എന്താ അറിയോ? 10ാം ക്ലാസ്സിൽ ഏറ്റവും നല്ല മാർക്ക് കിട്ടിയ A+ കുട്ടികൾക്ക് ഈ തോരനിട്ട് കൊടുക്കുന്ന ഒരു പണിയുണ്ടല്ലോ, മാറിയിട്ട് കൊടുക്കണം. ആ പണിക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ കുട്ടിയോട് ചോദിക്കഴിഞ്ഞാൽ എന്താ ജീവിതത്തിൽ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഇന്റീരിയർ ഡെക്കറേഷൻ ആണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. A+ എല്ലാ വിഷയത്തിലും കിട്ടിയ കുട്ടികളുടെ, ഗൾഫ് കൺട്രികളിലെ കുട്ടികളുടെ എംബിഷനാണ്. ഓക്കെ, അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് ആണ് ഇഷ്ടം, അതല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാനാണ് പ്ലാൻ. കാരണം ആ ഒരു എൻവറോൺമെന്റ് അങ്ങനെയാണ്. അവരിൽ ഒരു കുട്ടിയും, ഞാൻ അവിടെ ഏറ്റവും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികളോട് ചോദിച്ചാൽ ഒരു കുട്ടിയും പറഞ്ഞിട്ടില്ല എനിക്ക് IIT പോകണം, ഐസറിൽ പോകണം, ഇതൊന്നും പറഞ്ഞില്ല. കുറേ കോച്ചിങ് സെന്റേഴ്സ് നടക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും നല്ല തമാശ അതാണ്, കുറേ കോച്ചിങ് സെന്റേഴ്സ് നടക്കുന്നുണ്ട്. പക്ഷെ ഒരു കുട്ടികൾക്കും എന്തിനാണ് ഈ കോച്ചിങ് സെന്ററിൽ പോകണമെന്ന് ചോദിച്ചാൽ അറിയില്ല. അതൊരു ഭാഗമാണ്. എന്തിനാണ് പോകണമെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ ഇതിന്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഇത് ക്ലാസ് കഴിഞ്ഞാൽ നേരെ അപ്പുറത്ത്. എന്തിനാ പോകണമെന്ന് അറിയോ? തിരിച്ച് വീട്ടിൽ പോയാൽ അച്ഛനും അമ്മയും ജോലിക്ക് പോയിട്ടുണ്ടാവും, ഒറ്റയ്ക്കിരുത്താൻ സേഫ് അല്ല.
എന്തിനാ ട്യൂഷൻ അയക്കണമെന്ന് വെച്ചാൽ ഇതാണ് കാരണം. ട്യൂഷൻ മാഷന്മാരെ വിളിച്ചിട്ട് അല്ലെങ്കിൽ അത്തരം സെന്ററിൽ അയക്കുന്നതിനേക്കാളും സേഫസ്റ്റ് സ്ഥലം എവിടെയാണ്? സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ. കാരണം അവിടെ 2 മണി വരെ സ്കൂൾ, 2 മണി സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഷാർജയിലാന്ന് വിചാരിക്കുക, ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് എത്തുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും എത്തുമ്പോഴത്തേക്കും 8 മണിയാവും. അപ്പൊ എന്ത് ചെയ്യും? വെറുതെ ഇരുത്തിയിട്ട് സമയം വെറുതെ കളഞ്ഞ് ടൈം പാസിന് കൊണ്ടിരുത്തിയാലും കോച്ചിങ് സെന്ററാണ്. അങ്ങനെ കോച്ചിങ് സെന്റർ നടത്തുന്ന സ്ഥലങ്ങളുണ്ട്. കാരണം ഇതൊരു സ്റ്റൈലായി മാറിയിട്ടുണ്ട് +1 +2 കോച്ചിങ് സെന്ററിൽ പോകാനുള്ളത്. ഇതല്ല ആവശ്യം. ശരിക്കും പഠിക്കേണ്ടത് എന്തിനാണ് പഠിക്കുന്നത്, എന്താണ് ആവേണ്ടത്, അവിടെ എത്തിയാൽ എന്താണ് നമുക്ക് കിട്ടുക, ഇത്തരം കുറേ പ്രോഗ്രാംസ് കുട്ടികളെ കണ്ടുപിടിക്കണം. അത് മനസ്സിലാക്കണം കുട്ടികളെ. IIT-യിൽ പോയാൽ എന്താണ് ഗുണം? എന്താ ഗുണം? IIT-യിൽ പോയാൽ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ പഠിക്കണം എന്ന് താല്പര്യമുള്ളവരാണ്. കാരണം അവിടെ മെറിറ്റിൽ കിട്ടുന്ന കുട്ടികൾ മാത്രമേ വരുള്ളൂ. സാധാരണ എഞ്ചിനീയറിംഗ് കോളേജിൽ 10% മെറിറ്റ് ഉണ്ടാവും, 90% പല കോട്ടയിൽ നിന്ന് വരുന്നവരാണ്. ഇപ്പൊ നമ്മുടെ കൂടെ തന്നെ 90 പേര് ഒന്നിനും കൊള്ളാത്തവര്, 10 പേര് മാത്രം ഗുണമുള്ളവര്. നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റും? മിക്കവാറും ഡിസ്കഷൻസ് എന്തായിരിക്കും? ഇതാണ് സംഭവിക്കുക. ഇപ്പൊ ഏതെങ്കിലും കോച്ചിങ് സെന്റേഴ്സ് തന്നെ ഇതേപോലെ പിന്നെ MBBS IIT കോച്ചിങ് സെന്റേഴ്സ് ഉണ്ടാവും. അപ്പനും അമ്മയും പറഞ്ഞിരിക്കേണ്ടത് നീ കോച്ചിങ് സെന്ററിൽ പോയിക്കോളൂ, ട്രൈ ചെയ്തോളൂ, കിട്ടിയില്ലെങ്കിൽ ഞാൻ ഓൾറെഡി സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ എന്ന് പറഞ്ഞു പോകുന്ന സമയത്ത് ഈ കുട്ടികൾ എങ്ങനെ ഇരിക്കും? ക്ലാസ്സിൽ സീരിയസ് ആവുമോ അല്ല പഠിക്കാൻ ഒരു ടൈം പാസ് ആയിട്ട് എടുക്കും? അവർ ബാക്കിയുള്ള കുട്ടികളെയും കൂടി ഉപദ്രവിക്കും. കാരണം സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരാളുടെ ഇടയിൽ ഒരാൾ ഇരുന്നിട്ട് കുറേ സമയം തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1-2 പേര് അങ്ങനെ ഉണ്ടായാൽ മതി. എല്ലാവർക്കും വൈറസ് പോലെ പടർന്നു പിടിക്കുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് എങ്ങനെയുള്ള സ്ഥലത്തെ പഠിപ്പിക്കാവൂ? ഏറ്റവും നല്ല കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവണം. എന്തുകൊണ്ടാണ് IIT, എന്തുകൊണ്ടാണ് IIM ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ആയെന്ന് പറഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. അവിടുത്തെ ഫെസിലിറ്റി അല്ല, അവിടുത്തെ ടീച്ചേഴ്സ് അല്ല, അവരുടെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഒരേ ഫോക്കസ് ഉള്ളവരാണ്. ഏറ്റവും നല്ല കുട്ടികളുള്ള സ്ഥലത്ത് അവിടെ എത്താവും. കാരണം അനങ്ങാണ്ടിരിക്കാൻ പറ്റും. ബോംബെയിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം, ആർക്കെങ്കിലും നടക്കാൻ പറ്റുമോ ബോംബെയിൽ? എല്ലാവരും ഓടുകയാണ്. ആ ഓടുന്ന ആളുടെ ഇടയിൽ ഒരാൾ നടക്കാൻ തുടങ്ങി എന്ത് പറ്റും? ഓടിയേ തീരൂ, ആണല്ലയോ? അല്ലെങ്കിൽ തട്ടി വീഴും. ഇനി ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഒരാളെന്ന് ഏരിയ, ഇപ്പോഴല്ല പണ്ട് ഞാനൊക്കെ PhD ചെയ്യുന്ന കാലത്ത് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി തുടങ്ങുന്നത് തന്നെ 11 മണിക്കാണ്. കാരണം എല്ലാവരും ഉറങ്ങും. നടക്കുന്നതൊക്കെ കണ്ടാലേ ഈ ഗാർഡനിൽ നടക്കുന്ന പോലെയാണ് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അടുത്ത ഡിപ്പാർട്ട്മെന്റിന്റെ ആള് പോകുന്നത്. അത് ആ സ്വഭാവം അങ്ങനെയാണ്. കാരണം ആകെ ഒരു തണുപ്പം മട്ടാണ്. അപ്പൊ ഏത് സ്ഥലത്താണോ നമ്മളുള്ളത് ആ ഒരു എൻവിറോൺമെന്റ് വല്ലാതെ നമ്മളെ ഉയർത്തും. എന്തുകൊണ്ടാ അറിയോ? ഹൈദരാബാദിലെ 50 പേരുള്ള സീറ്റുകളിൽ ആദ്യത്തെ 5 അതേപോലെ 10 രൂപ വിചാരിക്കാം. ഫസ്റ്റ് ഇരിക്കുന്ന ആള് ഇന്നലെ നടന്ന കെമിസ്ട്രി എക്സാമിൽ ഫസ്റ്റ് കിട്ടിയ കുട്ടികൾക്കാണ് ഈ സീറ്റ് കിട്ടുക. ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്, 4th റാങ്ക്, 5th റാങ്ക്, 6th, 7th, 8th, 9th അങ്ങനെ ഇരിക്കാവും. മാർക്ക് നോക്കിയിട്ട് വേണം അവിടെ ഇരിക്കാൻ. അപ്പൊ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കണം എത്ര മാർക്ക് കിട്ടിത്ര. അപ്പൊ എന്റെ സീറ്റ് ഇവിടെയല്ല, എന്റെ ബാക്കിലാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഇന്നൊരു എക്സാം ഉണ്ടാവും, ഫിസിക്സ്. ആ ഫിസിക്സ് കഴിഞ്ഞാൽ നാളെ വന്നിരിക്കുന്ന സമയത്ത് എവിടെ ഇരിക്കണം? ഫസ്റ്റ് കിട്ടിയാണ്. അപ്പൊ എല്ലാ പ്രാവശ്യവും അടുത്ത ആളോട് ചോദിക്കും എത്ര മാർക്ക് കിട്ടി. ഇപ്പൊ ബാക്കിലിരിക്കുന്നവന്റെ എല്ലാ ദിവസവും ആഗ്രഹം എന്താ? മുമ്പിൽ വന്നിരിക്കണം എന്നാണോ അല്ലയോ? എത്ര മാർക്കിനാണെന്നോ ഇത് പോവാ? 1 മാർക്ക് 2 മാർക്കിനൊക്കെ ആയിരിക്കും. ഈ കോമ്പറ്റീഷൻ എല്ലാ ദിവസവും ഉണ്ടാക്കിയെടുക്കും. ഇതാണ് ചെയ്യുന്നത് അവിടെ. ഏറ്റവും നല്ല ടെസ്റ്റ് നടത്താം, കുട്ടികൾ തമ്മിൽ നല്ല കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉണ്ടാക്കാം. ആ സ്പിരിറ്റ് ഉണ്ടാക്കുന്നതിന് ഒരാൾ ചെയ്യുന്നത് എനിക്കൊരു കുഴപ്പമില്ല, അവൻ എല്ലാ ദിവസവും ബാക്കപ്പ് ഇരിക്കാൻ തയ്യാറാണ്. 20% ഇതും ഉണ്ടാവും കേട്ടോ എല്ലാ ക്ലാസ്സിലും. ഉണ്ടാവില്ല, എനിക്ക് സ്ഥിരമായിട്ട് ബാക്ക് സീറ്റ് മതി തീരുമാനിക്കുന്ന കുറെ കുട്ടികളുണ്ട്. അവരൊരാൾക്ക് നന്നാക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കുറേ കുട്ടികൾ, 80% കുട്ടികളെ ഇങ്ങനെ ആയാൽ ദേ വിൽ ബിക്കം ദ ബെസ്റ്റ്. ഇപ്പൊ ഏറ്റവും നല്ല സ്കൂൾ, ഇപ്പൊ ഇത് നാളെ നല്ല സ്കൂൾ ആവുമെന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ അങ്ങനെ ആവുമെങ്കിൽ അതിന്റെ ഏറ്റവും നല്ല ക്രെഡിറ്റ് ഇപ്പൊ കുറേ പേര്, നമ്മളിപ്പം അരുണാചൽ പ്രദേശിൽ നിന്ന് ഒരു 6 പേര് ഉണ്ടാവും അല്ലേ? ഇപ്പൊ ദോഹയിൽ നിന്ന് 1-2 കുട്ടികളുണ്ടാവും, ദുബായിൽ നിന്നുണ്ടാവും. ഇത്തരം കുറേ കുട്ടികൾ പല സ്ഥലത്തും, കേരളത്തിന്റെ പല ഭാഗത്തും. ഇപ്പൊ ചെന്നൈയിൽ നിന്നൊരു കുട്ടി വന്നു ചേർന്നു, കുവൈത്തിൽ നിന്നൊരു കുട്ടിയുണ്ട് ഇവിടെ, കുവൈത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെ കുറേ കുട്ടികൾ ഇവിടെ വന്നത്. ഇവരൊക്കെ എന്തുകൊണ്ടാണ് കുറേ ദൂരം? നിങ്ങളൊക്കെ വല്ല അഭിമാനിക്കേണ്ടവരല്ലേ? ആലോചിച്ച് നോക്കട്ടെ, ആണോ അല്ലയോ? യെസ് ഓർ നോ?
പള്ളിക്കത്തോടിലേക്ക് എവിടുന്ന കുട്ടികൾ വരുന്നത്? എവിടുന്ന വരുന്നത്? കുവൈത്തിൽ നിന്ന് വരുന്നു, ദോഹയിൽ നിന്ന് വരുന്നു, ചെന്നൈയിൽ നിന്ന് വരുന്നു, അരുണാചൽ പ്രദേശിൽ നിന്ന് വരുന്നു. ഇന്ത്യയിലെ ഏറ്റവും നല്ല 10 സ്റ്റുഡന്റ് സയന്റിസ്റ്റുകളിൽ സെലക്ട് ചെയ്യപ്പെട്ട ഒരു പയ്യൻ. മനസ്സിലായോ? എന്തുകൊണ്ട് അവൻ ഏത് സ്കൂളിലാണ് അവൻ പഠിച്ചതെന്ന് ആലോചിച്ച് നോക്കണം. സയൻസ് ലാബോറട്ടറി ഇല്ലാത്ത സ്കൂളാണ്. മൊബൈൽ സയൻസ് ലാബോറട്ടറി മാത്രമേ ഉള്ളൂ അവിടെ. ഒരു വാൻ ഉണ്ട്, ഫിസിക്സ് വാൻ, കെമിസ്ട്രി വാൻ, ബയോളജി വാൻ. ഒരു ദിവസം സ്കൂളിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യും. ഒരാഴ്ച പിള്ളേരൊക്കെ പഠിച്ചോളാം. അവിടെ നിന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ 6 മാസം കഴിഞ്ഞിട്ട് അവിടെ എത്തുള്ളൂ. 32 സ്കൂൾസ് ഉണ്ട്. ഈ 32 സ്കൂൾസും കവർ ചെയ്തിട്ട് വേണം അയാൾ തിരിച്ചെത്താൻ. 52 ആഴ്ചയുള്ളത് അല്ലേ? തിരിച്ചിവിടെ വരുമ്പോഴത്തേക്കും 6 മാസം കഴിയും. വിവേകാനന്ദ വിദ്യാലയം നടത്തുന്ന, ഞാൻ എല്ലാ വർഷവും പോകാറുള്ളതാണ്. വളണ്ടിയർ ആയിട്ട് അവിടെ സർവീസ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ 10ാം ക്ലാസ് കുട്ടികളെയും 11ഉം 9ഉം 10ഉം 11ഉം 12 കുട്ടികൾ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട് ഞാൻ. 10 ദിവസം 15 ദിവസം. എത്ര ബ്രില്യന്റ് സ്റ്റുഡൻസ് ആണെന്നറിയോ? പക്ഷെ ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ഫിനാൻഷ്യലി പൂറാണ്. കുറച്ച് പേരൊക്കെ വളരെ റിച്ച് ആയിട്ടുള്ളവരുണ്ട്. പക്ഷെ സാധാരണഗതിയിൽ പൂറാണ്. ഫ്രീ ആയിട്ടുള്ള ഫുഡാണ് കൊടുക്കുന്നത്. ഈ അവസ്ഥയിൽ ജീവിക്കുന്നവർക്ക് ഒരു കണ്ടീഷനും ഇല്ലാത്ത, ഫിസിക്കൽ കണ്ടീഷൻസോ ലാബോറട്ടറി ഫെസിലിറ്റി ഒന്നും ഇല്ലാത്ത സ്ഥലത്തു നിന്നാണ് ഇന്റർനാഷണൽ ലെവലിലെ സയൻസ് ഒളിമ്പ്യാഡിൽ അവൻ എത്തിയത്. അവനോട് ഞാൻ ചോദിച്ചു, ക്രിസ്ത്യനാണ്. അവനോട് ചോദിച്ചു, മോനെ വീട്ടിൽ നോർത്ത് ഈസ്റ്റിലെ എല്ലാവരും മീറ്റ് കഴിക്കുന്നവരാണ്. ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ മീറ്റ് കഴിക്കുന്ന സ്ഥലം നോർത്ത് ഈസ്റ്റ് ആണ്. മിഥുൻ എന്ന് പറഞ്ഞിട്ടൊരു ജീവിയുണ്ട് അവിടെ. പശുവിൻ്റെയും എരുമയുടെയും പോത്തിൻ്റെയും എല്ലാം കൂടി സങ്കരമായിട്ടുള്ള ഒരു വലിയ അജാനുബാഹു സാധനം. അത് ഭഗവാൻ സൃഷ്ടിച്ചതേ മനുഷ്യന് തിന്നാനാണെന്നാണ് അവിടുത്തെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ വിശ്വാസം. ദൗറിയായിട്ട് കൊടുക്കുന്നത് ഈ മിഥുനെയാണ്. ആരാണോ ആദ്യം ഉപ്പ് കൊടുക്കുന്നത് അയാളുടെയാണ് ആ മിഥുൻ. അങ്ങനെയാണ് അതിൻ്റെ നിയമം. ഇങ്ങനെ നടക്കുന്ന ആ ജീവിയെ കൊന്നു തിന്നാൻ മാത്രം വിധിക്കപ്പെട്ടിട്ടുള്ള ജീവിയാണ്. എല്ലാവർക്കും മീറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഈ സെലക്ട് ചെയ്ത സമയത്ത് ആദ്യം പറഞ്ഞതാണ്, പോകുന്നത് ഇന്ന സ്കൂളിലാണ്, അവിടെ മീറ്റ് ഇല്ല. സർ, സാരില്ല സർ, ഐ വാണ്ടഡ് ടു റീച്ച് ഇൻ ടു എയിംസ്. എനിക്ക് എയിംസ് പോകണം എന്നാണ് ആഗ്രഹം, ഭക്ഷണമല്ല എൻ്റെ പ്രാധാന്യം എന്ന് മകൻ ഉറപ്പിച്ച് പറഞ്ഞ സമയത്ത് അവൻ പറഞ്ഞില്ല ഞാൻ അമ്മയോട് ചോദിക്കട്ടെ, അവൻ പറഞ്ഞില്ല ഞാൻ അച്ഛനോട് ചോദിക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പായിട്ട് ഞാൻ അന്ന് ഉടനെ വിളിച്ചു ചോദിച്ചു, ഞാൻ ഇങ്ങനൊരു പയ്യനുണ്ട്, സെലക്ട് ചെയ്യട്ടെ, ടെസ്റ്റ് ഒന്നും വേണ്ട, ഇപ്പം ഞാൻ സെലക്ട് ചെയ്യണം, റെഡിയാണോ എടുക്കാനോ. ഇതാണ് ആ തീരുമാനം. അവൻ തീരുമാനിച്ചു ഉറച്ചു. അപ്പൊ അമ്മ വന്നിട്ട് പറഞ്ഞു, സർ വാട്ട് എവർ ഹീ സേസ് ഇറ്റ്സ് മൈ ഡിസിഷൻ. ഞാൻ അച്ഛനോട് ചോദിക്കും, അതൊന്നും വേണ്ട, അവന്റെ തീരുമാനമാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. കാരണം അവൻ അറിയാം തീരുമാനിക്കാൻ. നമ്മുടെ എത്ര മക്കളുടെ തീരുമാനത്തെ നമുക്ക് 100% സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ചോദ്യം. അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് 10ാം ക്ലാസ് കഴിയുമ്പോൾ ഈ ഡിസിഷൻ എടുക്കാൻ കഴിവുള്ളവരാണ് എന്ന് പറയുന്ന എത്ര ധൈര്യമുള്ള അച്ഛനും അമ്മയുണ്ട്? എത്ര പേരുണ്ട്? അങ്ങനെ ആക്കല്ലേ വേണ്ട നമ്മൾ? ആണോ അല്ലയോ? അതാണോ വേണ്ടത് എന്നാണ് എൻ്റെ ചോദ്യം. ഇപ്പം ഞാൻ മാത്തമാറ്റിക്സ് ആണ് PhD എടുത്തത്. എൻ്റെ വൈഫും സയൻറ്റിസ്റ്റാണ്, മാത്തമാറ്റിക്സ് PhD ആണ്. രണ്ടാളും ഫിസിക്സും മാത്തമാറ്റിക്സും ഒക്കെ പഠിച്ചവരാണ്. എൻ്റെ മകൻ 10ാം ക്ലാസ് കഴിഞ്ഞ് പറഞ്ഞത്, അച്ഛൻ എനിക്ക് എക്കണോമിക്സ് ആണ് പഠിക്കേണ്ടത്. ശരി. അപ്പോഴാണ് സിംബയോസിസ് പൂനെയിൽ +1 +2 കഴിഞ്ഞപ്പോൾ സിംബയോസിസ് പൂനെയിൽ വി മേക്ക് കൗഡില്യാസ് ഓഫ് ടുമാറോ, 21st സെഞ്ച്വറി കൗഡില്യയെ സൃഷ്ടിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. കൗഡില്യ അർത്ഥശാസ്ത്രത്തിൻ്റെ നേതാവാണ്. അത് കണ്ടപ്പോൾ ആ അഡ്വർടൈസ്മെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ മോനോട് പറഞ്ഞു, ഇതാണ് നീ പോകേണ്ട ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഗോട്ട് ഇൻ ടു ദാറ്റ്. മാസ്റ്റേഴ്സ് കഴിഞ്ഞപ്പോൾ, സാധാരണ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഉടനെ നമ്മൾ തീരുമാനിക്കും PhD പോകണമെന്ന്. അങ്ങനെയാണ് സാധാരണ പതിവ്. അല്ലെങ്കിൽ MPhil വേണം. അവൻ പറഞ്ഞു, ഐ വാണ്ട് ടു വർക്ക് ഫോർ 1 year. അത് കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിക്കും എന്ത് ചെയ്യണമെന്ന്. അത് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ഒരു മാസ്റ്റേഴ്സും കൂടി ചെയ്യണമെന്ന്. ശരി, അതാണ് തീരുമാനം. ഈ മാസ്റ്റേഴ്സ് കഴിഞ്ഞാൽ പിന്നെ എന്താവും? അത് അപ്പം ആലോചിക്കാം എന്താവും. അതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമ്മൾ ആ കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ആ കഴിവ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ മകനെ 12ാം ക്ലാസ് കഴിഞ്ഞ് മകനെ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നി. അവൻ ഇങ്ങനെ അമ്മ പറയുന്നത് കേൾക്കുന്ന ഒരു നല്ല പയ്യൻ, നല്ല മോനാട്ടോ. എന്താ കാരണം? അമ്മ പറഞ്ഞതൊക്കെ കേൾക്കുന്നുണ്ട്, ശരിക്കും അനുസരിക്കുന്നുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ പൂനെയിൽ ചേരാൻ പോണ സമയത്ത് എന്നോട് പറഞ്ഞു, അച്ഛൻ ഞാൻ പൂനെ പോയി ചേർന്നു. പോയി ചേർന്നോ? അല്ല, അച്ഛൻ വരണില്ലേ? എന്തിനാ ഞാൻ വരണം? ഗോ, ഒറ്റക്കാ പോയി ചേർന്നു കോളേജിൽ.
നമ്മൾ എന്തിനാ ഇങ്ങനെ പിന്നാലെ സപ്പോർട്ട് ചെയ്യാൻ നടക്കണം? സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അതുകൊണ്ട് എന്ത് പറ്റി, അങ്ങനെ പൂനെയിൽ ഒറ്റയ്ക്ക് അയക്കുമ്പോഴാണ് ഗ്രാജുവേഷൻ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോൾ അവൻ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ അഡ്മിഷൻ കിട്ടിയിട്ട് നമുക്ക് ലണ്ടൻ വരെ പോകാൻ പറ്റും. പിന്നാലെ ഏതെങ്കിലും ഒരു കാലത്ത് വിടണ്ടേ? അതെപ്പോ വിടണം? എപ്പോഴാ വിടണ്ടേ? അല്ല, എന്റെ മോളല്ലേ സാറേ, മോനാണെങ്കിൽ കുഴപ്പമില്ല, മോളല്ലേ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ശരിയാ, മോളല്ലേ. ഷഹാല മറക്കില്ല അല്ലെ ജീവിതത്തില്. കണ്ണൂര് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, ആദ്യത്തെ ബെഞ്ചിലായിരിക്കണം. IAS കോച്ചിങ്ങിന് ഏകദേശം 400-450 പിള്ളേരുണ്ടായിരുന്നു. പാരന്റ്സ് അടക്കം 700-ലധികം ആൾക്കാർ അറ്റൻഡ് ചെയ്തൊരു പ്രോഗ്രാമാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇരിക്കുന്നുണ്ട്. റോയിൽ തേർഡാണ് ഇരിക്കുന്നത് അവൾ. ഓരോരാൾക്കും വന്ന് സംസാരിക്കാൻ അവസരം കൊടുത്തപ്പോൾ അവൾ എന്നിട്ടും, സാർ ഞാൻ IAS ആവാനല്ല ഇവിടെ ഇരിക്കണം സാർ, ഓൺകോളജിസ്റ്റ് ആവണം എനിക്ക്. MBBS അല്ല വേണ്ടത്. 9ാം ക്ലാസ്സിലെ കുട്ടിയെ പറയണം. എന്താണെന്ന് പറയണേ? ഓൺകോളജിസ്റ്റ് ആവണം. ഞാൻ ചോദിച്ചു, മോൾ എന്താ കാരണം? എൻ്റെ അമ്മക്ക് ക്യാൻസറാ സർ. ഞാൻ കണ്ടിട്ടുണ്ട് കഷ്ടപ്പെടുന്നത്. ഓരോ പ്രാവശ്യവും ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വരുമ്പോൾ സഹിക്കുന്ന പെയിൻ എനിക്കറിയാം ശരിക്കും. അതുകൊണ്ട് അങ്ങനെ സഹിക്കാത്ത ഒരു ഓൺകോളജി പഠിച്ച് ഡോക്ടറായി അതിനകത്ത് റിസർച്ച് ചെയ്ത് മെഡിസിൻ കണ്ടുപിടിക്കുകയാണ് സാർ എൻ്റെ ലക്ഷ്യം. എന്ത് മച്ചുവേർഡായിട്ട് സംസാരിക്കണം പറയും. ദ വേ ഷീ സ്പീക്സ്, ദ ഷേപ്പ്, വേ ഷീ പോസസ്, എന്ത് രസകരമായിട്ടാണ്. ആ കുട്ടി, ഞാൻ കണ്ണൂർ ഭാഗത്ത് എവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയാലും എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരുവാണ്. അവളുടെ അമ്മയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. പല പ്രാവശ്യം ഫോണിൽ എന്നോട് സംസാരിക്കും, സാർ എനിക്ക് വയ്യാത്തോണ്ടാട്ടോ സാറിൻ്റെ അടുത്ത് വരാത്തത്. മകൾ സ്ഥിരമായിട്ട് പറയാറുണ്ട് സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച്, എപ്പോഴെങ്കിലും ഇൻഷാ അള്ളാ കാണാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് വളരെ അറ്റാച്ച്ഡ് ആയിട്ട് തോന്നും. ഹസ്ബൻഡ് സൗദി അറേബ്യയിലാണ്. ഷഹാല ഒരു മോളല്ലേ, ഒരു മോളേ ഉള്ളൂ. അനിയനോ അനിയത്തിയോ ഒന്നുമില്ല. ഉമ്മുമ്മയുടെ വീട് തൊട്ടടുത്തുണ്ട്. ഉമ്മയുടെ ഉമ്മയാണ് കൊണ്ടുവരിക. എൻ്റെ വീട്ടിൽ ക്യാമ്പുള്ള സമയത്തും ഉമ്മയുടെ ഉമ്മ രാവിലെ കൊണ്ടുവിട്ടിട്ട് വന്നു. അടുത്തൊരു കോളേജിൽ, അടുത്തെന്ന് പറഞ്ഞാൽ ഒരു 12 കിലോമീറ്റർ ദൂരം ഒരു കോളേജിൽ ക്ലാസ്സുള്ള സമയത്ത് ഞാൻ അവളോട് പറഞ്ഞു, നിന്റെ വീടിനടുത്താണ് ഞാൻ ക്ലാസ് ഉള്ളത്, ഞാൻ വരുന്നുണ്ട്. രാവിലെ നോക്കുമ്പോൾ അവൾ ക്ലാസ്സിൽ ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. കോളേജിലെ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുമ്പോൾ 9ാം ക്ലാസ്സിലെ കുട്ടി ഫ്രണ്ടിൽ വന്നിരിക്കണം. എന്ത് ധൈര്യം ആലോചിച്ചു. അത് കഴിഞ്ഞ് അവിടെ നടത്തിയ കുറച്ച് പ്രോഗ്രാമിൽ സ്റ്റേജിൽ വന്ന് സംസാരിക്കാൻ നോക്കിയത് ഏത് കോളേജ് സ്റ്റുഡന്റിനെക്കാളും അസലായിട്ട് അവിടെ സംസാരിക്കും. ഗ്യാരണ്ടീഡ് ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ധൈര്യത്തിൽ അവളെ വിളിച്ച് കുറച്ച് സംസാരിക്കാൻ പറഞ്ഞു. അവൾ അസലായിട്ട് സംസാരിച്ചു. എല്ലാ കോളേജിലെ പിള്ളേരിങ്ങനെ നോക്കണം, എൻ്റെ ഭഗവാനെ ഇത് ആരത്. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഞാൻ ഷഹാലോട് പറഞ്ഞു, മോളെ ഇന്ന് ഞാൻ മോളുടെ വീട്ടിൽ വരുന്നുണ്ട്, എൻ്റെ അമ്മയെ ഒന്ന് കാണണം എനിക്ക്. ഓ, എന്ത് ത്രില്ലായിരുന്നു അറിയാം അവൾക്ക്. ഞാൻ പോയി കണ്ട് അവിടെ എത്തിയ സമയത്ത് പിറ്റേ ദിവസം എനിക്ക് കണ്ണൂരാണ് ക്ലാസ്. ഇത് മട്ടന്നൂരിനടുത്താണ്. പയ്യന്നൂർ പോയിട്ട് തിരിച്ചു വരണം എനിക്ക് പിറ്റേ ദിവസം രാവിലെ കണ്ണൂർ ക്ലാസ്. അപ്പോൾ ഷഹാലക്കൊരു ആഗ്രഹം, സാർ എന്തിനാ ഈ പയ്യന്നൂർ വരെ പോയിട്ട് തിരിച്ചു വരുന്നത്, നാളെ ഇവിടുന്ന് നേരെ കണ്ണൂർ പോയാൽ പോരെ സാർ. അവളുടെ ഒരു ആഗ്രഹം. അമ്മയോട് ഡിസ്കസ് ചെയ്ത് രണ്ടാളും കൂടി എന്തോ തീരുമാനമൊക്കെ ആയിട്ടുണ്ട്. നമ്മളോട് ചോദിക്കാനുള്ള തീരുമാനമായിരിക്കും. എന്നിട്ടാണ് സാർ ഇന്ന് പോകണ്ട സാർ. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് പയ്യന്നൂർ പോകേണ്ട കാര്യമുണ്ട്. അയ്യോ സാർ, ഞാൻ ആഗ്രഹിച്ചു പോയി, ഇന്ന് സാർ ഇവിടെ എൻ്റെ കൂടെ താമസിക്കുന്നു. ക്യാൻസർ പേഷ്യൻ്റ് ആണ്. ഡേയ്സ് വർ എൻഡിങ് എനിക്ക് നന്നായിട്ട് അറിയാം. ആ അമ്മയാണ് പറയണത്. ആഗ്രഹം ഉണ്ടായിരുന്നു വന്ന് താമസിക്കുന്നത്. പക്ഷെ എനിക്കൊരു മീറ്റിംഗ്, ഞാൻ 1-2 പേരെ വന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് പെരുമ്പേൽ ഒരു ഹോട്ടലിൽ വെയിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ അപ്പോൾ സാർ എന്നാൽ ഞാനും കൂടെ വന്നോട്ടെ, സാറിൻ്റെ കൂടെ താമസിക്കാൻ. 9ാം ക്ലാസ്സിലെ ഷഹാല പെൺകുട്ടി എൻ്റെ കൂടെ യാത്ര ചെയ്തു വന്നു. അതിൻ്റെ തൊട്ടടുത്ത വീട്ടിലൊരു കുട്ടിയും കൂടി അവൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒട്ടനെ ഫോൺ വിളിച്ച് 2 മിനിറ്റ് കൊണ്ട് എല്ലാവരും കൂടി പാക്ക് ചെയ്ത് റെഡി എൻ്റെ കൂടെ വീട്ടിലേക്ക്. ഓരോ മിനിറ്റും അവൾ ഫോൺ ചെയ്തിട്ടുണ്ട്. ഉമ്മ, ഇപ്പൊ ഉമ്മക്ക് മനസ്സിലായോ മോളുടെ വില? ആദ്യമായിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പുറത്ത് താമസിക്കുന്നത് കേട്ടോ, മരുന്നൊക്കെ ശരിക്കും കഴിച്ചോളണമെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. കഴിഞ്ഞ ആഴ്ച 15 ദിവസം മുമ്പ് അല്ലേ, 15 ദിവസം മുമ്പ് ഷഹാലയുടെ അമ്മ മരിച്ച സമയത്ത് ഞാനാണ് സുബോധനോട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ന്യൂസ് കിട്ടിയിട്ടുണ്ട്, സംസാരിക്കണം, പോകാൻ പറ്റിയ കാണണം. ഞാനില്ല, ഞാൻ ദുബായിക്ക് പോവാണ്. അപ്പം അന്ന് വൈകുന്നേരം ഞാൻ ഷഹാലോട് സംസാരിച്ചു. ഷഹാല, മോളെ സാരില്ല കേട്ടോ. സർ, നോ പ്രോബ്ലം സർ. അമ്മ മരിച്ച ദിവസം വൈകുന്നേരം മോള് പറയുന്ന ഒരു മച്യൂരിറ്റിയാണ് കണ്ടത്. അമ്മയ്ക്ക് ഡോക്ടർമാർ കൊടുത്ത ലൈഫ് 1 ഇയർ ആണ്. അമ്മ 4 വർഷം ജീവിച്ചു, 3 വർഷം എക്സ്ട്രാ. അമ്മയുടെ ബോൾഡ്നെസ് കൊണ്ടാണ് അമ്മ അങ്ങനെ ജീവിച്ചത്. ഇപ്പൊ ഞാൻ ഉമ്മയോട് പറയാണ്, ഉമ്മ കരയരുത്. ബോൾഡ് ആയിട്ടുള്ളൊരു മകളുടെ അമ്മയാണ്. ആരാ പറയണത്? 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ബോൾഡ്നെസ് ആണ് പറയുന്നത്. അങ്ങനെ ഒരു മകൾ ഉണ്ടാവണം എന്നാണോ നമ്മുടെ ആഗ്രഹം? അല്ല വാവിട്ട് കരയുന്ന, സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളാവണം എന്നാണ് ആഗ്രഹം.
അപ്പം ഞാൻ അവളോട് ചോദിച്ചു, ഇപ്പം എനിക്കൊരു മെസ്സേജ് ഉണ്ട്, ഞാൻ കാണിച്ചു. 1%. Then he told us learn in full enjoyment. I know many of you have done that. Then learning is an investment for future earning. Okay, I cancelled the last one. Okay. So then sir told about many institutions like ISRO, ISER, like that. Anyone wrote that? 2, 3, 4, 5, 6. Okay. Okay, thank you. ആരെങ്കിലും ഒരാളെ വിളിക്കും, പരിചയമില്ലാത്ത ആളെ വിളിക്കും. First one and the second one. Come. ഡാൻസ് ചെയ്യാനാ? എഴുതാനോ ഡാൻസ് ചെയ്യാൻ? Dance? I can't. You have to learn. I'll teach you. Yeah. Same points what you told, the whole 5 points you told. Same order? Don't. Good morning. I'm Havila. I'm in 10th Havila? grade. Havila. Havale. Havila. I'm in 10th grade, and as Reshma said, the first point was we should be like professionals. When we walk, we should be like professionals. When we sit, we should be like professionals. And the second point, what she said was, we should enjoy learning. I hope that's what it is. Yeah, we should enjoy learning. And third was, we should how can be 100% a good persons, like for our parents, for our siblings, for our neighbors. That was the third point. And the fourth was sir informed us about many institutions like ISER, ISRO, NASA, etc. And fifth point was investment. About the learning is an investment for the future. I mean, Fourth point ആയിരുന്നല്ലോ. Fifth point ആണോ fourth point? അത് order. Sorry, I couldn't complete. Done well. Good clap. Morning to all. Myself Meenakshi Sunil from 10th grade. Yesterday there was an inspirational class and it was really inspiration. It was very entertaining and it was very motivational. I quoted some of the points, at least 5 points from it. Dreams should always be positive and don't allow any kind of fear to appall in you from dreaming. Second point, have anybody written that? The next is dream and aim the highest always, and we should believe we can. Always try to be creative and innovative in your career. And a professional lifestyle would help us achieve 100% success. Professional lifestyle. And then suffering should not be our offering for the subject we study or the career we live. It should be our love and life. That's all. Good. Next. I'm Nandisho.
I'm studying 10th standard. The points which impressed me is always try to create questions yourself by studying, be positive, and out of box thinking. So, always try to create question yourself by studying. Be positive and out of box thinking. Thank you. Good. Next. Good morning. I'm Sachin SB and I'm studying in Aravinda 10th standard. Yesterday we had wonderful class, and from that the points which helped me in my life are we must take subjects like rare subjects like anthropology or political science in while moving into civil service. I mean small subjects. Always think broadly than what normals are thinking. Always think positively and avoid negatives. Sorry. It's also test to know how much presence of mind you have. Once instruction is given to somebody and somebody else listens, you should check. You know, why do I do this? When you have to hand over the mic. I've seen some, I told you to hand over to the next person. But I will see sometime you will give it to me back. Even that, whatever happens, you must be able to imbibe that very fast. That's it. Okay, the first point. How many of you write that point? Which is the point? That's because you didn't stop. The whole point was single point. It was a line, not a point. Continuous points were there. I'm sorry. My first point is while aiming civil service, we must use small subjects than broad one. Anyone write that point? My second point is always think positively and avoid negatives. I know that many of you write it. What did you ask? Anybody? Everyone? What was the question? How did you ask? What was the question? Always think broadly. How did you ask? How many of you? How many of you write it? What was your question? Anybody write it? Is it right? Nobody wrote it. Has anybody written it? Is there anyone who wrote it? Many people have this confusion. Everyone, anyone, no one. All these are multiple people, but it is singular. Has anyone? Anyone could be many, right? Yeah? But still we will use has only. These are all questions which will come when you do a competitive examination, correction sentence, this will be the grammar used. So, when you listen to people, when you read, I want you to look at small details like this. Okay? The best method to learn is to find fault with the prose. Say that the sentence is wrong, and then read. Find all sentences are wrong. Then you will start thinking about it. Okay? Create questions yourself from everything and anywhere. Be patient. Do not leave your aim in half. Try continuously and you will be successful in life. Thank you. Next. Good morning, my name is Anant Narayanan. I study in class 10. The things I have learned from the class yesterday are a quest for knowledge is important for a good student. It is always the key factor for studying well.
every job has its own dignity. It is equally important as others. So, has anyone written that point? We must always think positive. In our dreams, we must always aim for the best so that we can achieve at least somewhat of it. We must enjoy our life thoroughly, but also keep in mind that you must not ruin your tomorrow in order to enjoy your today. It is an important point I learned. Then we must define all the things in our own way. Imagination is the key to invention and innovation. Both invention and innovation. Next. Good morning. How are you? Okay, I am Andra from Aravinda, and yesterday's class was very inspiring, and I have acquired many points, and some of them are be positive, think positive, and aim our best. How many of you write this? Beta, the point was already covered. Yes. There was one condition. We should convince our parents by informing them that we have acquired some maturity. How many of you have this point? That was the point covered. And sir introduced us many institutions and many courses which are available. Dream and aim our best. So you have to give me 5 chocolates back. No new question. We should enjoy our life, and we should be questionable to every situations. Good. Thank you. Stage okay. So, was there no session to make people to be bold on stage? Right? Yeah. You should think. ഈ പറഞ്ഞതൊന്നും അല്ലാത്ത ഡിഫറെന്റ് പോയിന്റ് പ്രസന്റ് ചെയ്യാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരാം. Come, learn fast. ഇങ്ങോട്ട് ചേർത്ത്. ഇവിടെ ചേർത്ത്. My name is Anakha Mohan. I am studying in Aravinda Vidyamandiram. Anakha Mohan. I am a 7th standard student. I like many points, but I wrote some of this. Some of the point I liked. The first point is the full form of life. How many of you wrote that? 1, 3, 4, 6, 7. Okay. The full form of many words such as SOP, etc. Statement of purpose. Then I like that every day is a new life for us. How many of you wrote that point? Okay, 1, 2, 3. Then why Kerala got the name God's own country? 1. Then we should not study by hard work, but
we should love the subject and study. That's it. Thank you. My name is Shivani Priya from Sacred Heart Convent Senior Secondary School. Yesterday it was a very motivational. Shivani Priya. Shivani. Yesterday it was very motivational class. The first point I liked was write the same exam after 3 hours. Then the capital of Qatar is Doha. Then we should be very positive. And my name is Niranjan. I am studying in Arvind Vidyamandiram. The odd point I wrote that we can take any course to become an astronaut. Namaskar. So yesterday I gave a lot of assignments, reviews, but 2 students gave me assignments. That was 2. I gave my poetry book to them to read because they were staying here, they didn't have television. So they said, how do we write television reviews, serials and all that? So I gave my book to read. Finished reading or you were enjoying? Half. Okay. But then I said I can write poems. I'm a poet in English. So somebody gave a very nasty topic. Looked at there and then said tube light. I thought it should be given to an LKG student, right? Tube light. And somebody said friends. I forgot about it because that subject did not struck to me. Morning we were discussing at 8:30, he went back to room for changing dress and then I asked him what time will be back, 8:45 for breakfast, 9 o'clock for breakfast. So that 15 minutes I wrote a poetry. Thank you for this. Right? Kerosene lamp and a tube light. That's a poetry name. Glimpses of not so bright childhood. Kerosene lamp smoked and smelled. Around my language learning, subjects were filled around with flies. Stressed the head as dim was light. Head gave shadow on the book to hide. I faced the lamp, seeing it burns. Then pages in my book I focused. It was a pain to fill kerosene in. Earlier brass couldn't guess kerosene level. Shake and feel at times to know. Glass jar new showed the level filled. Tubelight was a new light in my life. That was a ray with hope in pain. Gave no time pass for me to stare. Unfilled or not, untold, though it was glass. No notice it went off to push me in dark. Now in dark I seek my kerosene lamp. Friendship, because somebody else gave me friendship, right? Friendship long back had all the smoke, less of light, but could guess the life. Had flies around and shading to hide, stressed and smell of earthy oil. Here the life and friends now,
unshady blimps but off splits in time. I wish I had my old lamps around. No flashy, momentary life anymore. Okay? Thank you. What I wanted to tell is, you need to be imaginative. Okay? When you get a subject, don't think about that subject. Relate to something else in you. So you can make poems. Generalize it. You can make poetry. You need to be highly creative to be a writer. And it comes. I'm sure if I can sit on a chair and start writing poems, I can publish hundreds of poetries in any of the magazines given in Kerala. But I don't do that because it's cherishing poetry, right? So I only share it with my friends, my students. I've got small groups where I do that. That's what I do. Anything when you write, create a generalistic view. Don't create into your own. There is no personal here, right? Don't create personal things. Create generalistic things so that you can present it to anyone, any point of time. When you write, make it very crisp, clear. Take similes. What's it called? Similes. Similes are what happens in the normal. Relate to older ones and all that. There are a lot of similes which are used in our traditional slokas. You heard Guru Brahma, Guru Vishnu, Guru Devo, Maheshwara, Guru Sakshat, Param Brahma, Tasmai Shri Gurave Namah. Next sloka is on that. Ajnana Timirandasya Nananjana Shalakaya Chakshur Unmilitam Yena Tasmai Shri Gurave Namah. Ajnana Timirandasya. Ajnanam is not having knowledge. He is like a timiram. Timiram is cataract. So not having knowledge is cataract. So cataract will give you not a clear view. You have confusion while seeing. If you have cataract, you don't see things very clearly. So you have confusion. So not having knowledge creates confusion in you. Jnananjana Shalakaya. What is to be done? Jnanam is knowledge. The knowledge is like a kajal. So you apply the jnanam, then your problem of eyes will go and you will be able to see. So your not having knowledge can be treated by applying a kajal as equal to a cataract is treated with a kajal. Got this? That means those days when the poet wrote this poem, cataract was treated with a kajal. Today, cataract is treated with a surgery. You understood what I'm saying? So when you take some simile from the poetry, you will know that point of time what was available. So this is a sloka which is a prayer, but for me as a scientist, when I look at it, how do I look at it? Once upon a time in India, cataract was treated with a kajal. But even today we have no such medicines available. Kajal is like a medicine, no? You can apply that and then you will get bright. So you can imagine how much knowledge we had in our tradition. Most of them are unwritten, not documented. But you can see that in old slokas. Kalidasan was one of the poetry who ended up science in India. Otherwise, all poets were scientists. Therefore, all the slokas carried lot of science inside that. The morning prayer for doing Surya Namaskar. Yojananam sahasre dveshade dveja yojane egera nimishardhena kramamana namastute. Yojananam sahasre dveshade dveja yojane. 2202 yojana. Yojana is 12.11 kilometer. So 2202 multiplied by 12.11. First line. Egena nimishardhena. Half of a nimisha. One nimisha is 1 times when you wanted to put your eyelid up and down. That time is called 1 nimisha. Egena nimishardhena. Half of that time. That is 0.14 second. 0.28 second is the time required for this.
So distance is given, time is given. Every student will find velocity, right? That's only what you can do. So yojananam sahasre dveshade dveja yojane ekena nimishadhyana kramamana namastute. Divide that, you will get velocity of light. Oh son, you have travelled all this way to come to me. Surya namaskaram to you. Science, na? Go to temples, you will see. Ekacham, 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 trishasham, trishasham, panchacham, panchacham, saptajam, saptajam, navajam, navajam, ekacham, ekacham, triyodasham, keep on chanting like this. What is this? Ekacham, 1, trishasham, 3, panchacham, 5. You are not getting good marks in mathematics, and you go to temple and ask the priest to do puja, he will teach mathematics to God. Keep on telling 1, 3, 5. And then he will give you something and you will apply, my mathematics is good. What is this? 1, 3, 5. Arithmetic progression. Right? Some God doesn't like arithmetic progression. Next chapter, geometric progression. Ekamcha, dashamcha, dashamcha, shatamcha, shatamcha, sahasramcha, sahasramcha, ayudamcha, ayudamcha, prayudamcha, niyudamcha, vaidamcha, kayudamcha, it goes up to 10 power 57. Ekam, Dasham, Shatam, 1, Dasham, Shatam, Sahasram, 10 power 3. Okay, after that? After 1000? 10,000. After 10,000? Eh? No Westerners knows 1 lakh. There is no lakh in Western system. 100,000. And after that? 1 million. After that, 10,000. Then 100,000. Then 1 billion. Then 10 billion. 100 billion. Then trillion. 10 trillion. 100 trillion. Then they don't know. Because after that they don't know. They know only million, billion, trillion. So anything which they have to say, they will say million, billion, trillion, billion, million, trillion, billion. But in India we had Sahasram, Ayudam, Prayudam, Kayudam, Chayudam, Trayudam. It goes up to 10 power 57. Which country is great? Who wrote this? Who told this? Who invented this? Our great grandfather. Yes or no? We don't know whether it's my father's father or your father's father. You can also claim, I can also claim. So those who are in India, they can say it is my property. Therefore it is never written in the book, it is written by, invented by. No rights. Bhagavad Gita, you open it, you will not see author's name there. Correct? The only country where authorship is not important. Knowledge is important. Many people will want, or they want to have rights on what they did. This is my property. No, this is not my property. There was a king ruling a country. And then when beggar comes and asks him, vacate this kingdom, this is mine. The palace is mine. Who is coming? A beggar comes to a palace and then meets the king and asks him, get out of this place. This is my palace. The king said, no, this is my palace. The beggar asked, show me the document. Do you think any king will have documents? How do they get kingdom? How do they get palace? From the ancestors, right? How did he got it? Sometimes they fight war with somebody else and then get, right? After fighting war, do they ask for a transfer document? Then? So no document. That's king's property. So he asked, is it yours? Yes. How did you get it? My parent gave. How did he got it? He had a war with somebody else. Yeah, that person who was killed by your father was my father. The beggar says, he was my father. Should I kill you and get it, or are you getting it? So there is no document for properties here. It can be a rich person or it can be a poor person. So knowledge should not have
rights, property rights. It has to be spread. So we want students, whatever you learn here, you must spread this. Tell as many people as you want. Because the more number of people you share with, your knowledge will become greatest. How did I learn little bit of knowledge which I have? How did I got it? What was my benefit of having this? My benefit of having this knowledge is only my interaction with the great gurus. I had good masters. I lived with them. I used to stay with them. I used to roam with them. I used to travel with them. Eat with them. So when we travel all these places, there will be a lot of questions. You can travel along with the Guru. I remember my days of traveling to Kailas, Manasa Sarovar, along with my Guru. Continuously I had a tape recorder. Those days there is no digital recorders. We had only that normal cassette recorder. And I used to carry at least dozens of batteries, because in high altitude battery life is very low. Okay? The electromagnetic potential is much higher. Therefore, oxygen content is less. Everything will become less life. Only human beings will live more. Because you will get less oxygen, your breathing rate will come down. Therefore, per minute you will breathe 18 times. Frequency will reduce. Therefore, your breathing will become normal. 120 years you can live. That's why rishis lived 120 years. In equatorial region, diseases are more. More diseases will be at the equatorial region. You know equator, right? 0 degree latitude. When you go to higher altitude, it's like a fridge. Temperature is low. Bacteria will not stay. When you want to preserve something, you put in fridge, right? So you go to colder regions, you will not have disease, because virus will not stay there, bacteria will not stay there. That's why the life pattern in India is entirely different from life pattern and in equatorial region population is more. In colder region population is less. You can see that that's not because of geography. Geography determines that population rate of increase of population also. A lot of conditions. So when we traveled there, I had question to my Guru. Started asking, how did Shankaracharya from Kaladi reached Himalaya? Got what I am asking? How did Shankaracharya, there is a story which says Shankaracharya went to Kailas. Yes, to meet who? Shiva, because Shankaracharya was a core, adorer, fixed, only one God is there in the world, that is Shiva. Right? He was a very, very adamant Shiva Bhakta. That's the word to be used. Not even Shiva's wife. He don't care Parvati. He believes only in Shiva. But one day he was feeling so tired, he couldn't pick up his glass. Then he asked, what happened? Where is my Shakti? The Shakti poi nalle paraya Malayathil. Shakti poi, Shankaracharya is such a great guru. Sarvatna Pidhan. And he has got all the blessings of God. Shakti poi ennu paranjappo aaru pratyakshapettu? Shakti pratyakshapettu. Parvatiyude vera perenda Shakti ennu. Shakti pratyakshapettu. Ithrayum kaalam enne kurichu vicharichillalo, ippo enne kurichu aalochichathu. അബദ്ധത്തിൽ ആലോചിച്ചു പോയതാണ്. അപ്പം പറയാൻ പറ്റുമോ ഞാൻ തന്നെ കുറിച്ചല്ല ആലോചിച്ചത്, എൻ്റെ ആരോഗ്യത്തെ കുറിച്ചാണ് ആലോചിച്ചതെന്ന് പറ്റുമോ? അപ്പോഴാണ് ശങ്കരാചാര്യർക്ക് ബോധം വന്നത്. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശല സ്പന്ദിതുമപി എന്ന് തുടങ്ങുന്ന ആർക്കെങ്കിലും അറിയാം? നിങ്ങളൊക്കെ പഠിക്കേണ്ട ശ്ലോകമാണ്. സൗന്ദര്യ ലഹരി എന്നാണ് പേര്. ലോകത്തെ ആദ്യത്തെ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കാണ് സൗന്ദര്യലഹരി. ശങ്കരാചാര്യ എഴുതിയതാണ്. ആദ്യത്തെ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയാം. ശരീരത്തിന്റെ എല്ലാ സ്പെയർ പാർട്ടുകളെ കുറിച്ചും ആരുടെ സൗന്ദര്യമാണ്? പാർവതിയുടെ
സൗന്ദര്യം ഡിസ്ക്രൈബ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കാണ്. അത് മെഡിക്കൽ ടെക്സ്റ്റ് ബുക്ക് അല്ലേ, അനാട്ടമി പഠിപ്പിക്കല്ലേ അല്ലേ? ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതും ന ചേ ദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി. ശിവന്റെ ഏത് സിനിമാ തിയേറ്ററിലും കിട്ടില്ല, ഏത് അമ്പലത്തിന്റെ മുമ്പിലുള്ള ബുക്ക് ഷോപ്പുകളിൽ പണ്ട് 7 രൂപക്കാണ് ഞാൻ ആദ്യം മേടിച്ച ബുക്ക്, ഇപ്പൊ 40 രൂപയോ. ബാലകൃഷ്ണൻ അല്ലെങ്കിൽ അവരുടെ കുറേ ആൾക്കാരുടെ ഇന്റർപ്രിട്ടേഷൻസോടുകൂടി കിട്ടും. അത് നോക്കണം, വായിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. നല്ല ബുദ്ധിമുട്ട് വരുമ്പോൾ ഇത് അത്ര എളുപ്പമൊന്നുമല്ല. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതം ന ചേ ദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതും. കുറേ ഉണ്ട്, നല്ല നല്ല കട്ടിയുള്ള സംസ്കൃത ശ്ലോകം. ഇതൊക്കെ പഠിക്കണം. ഞാൻ പഠിച്ചെങ്ങനെയാ വെച്ചാൽ കുറേ പഠിപ്പിച്ചിട്ടാണ്, കുറേ ആൾക്കാരെ 400-500 പേരെ പഠിപ്പിച്ചിട്ടുണ്ടാവും ഹൈദരാബാദിൽ. ഏറ്റവും നല്ല മെത്തേഡ് പഠിക്കാൻ എന്താ അറിയോ? പഠിപ്പിക്കാം. ഇതിന്റെ ഇന്റർപ്രിട്ടേഷനും ഒക്കെ വീട്ടിലിരുന്ന് പഠിപ്പിക്കും. കുറേ പേര് വരും പഠിക്കാൻ. അപ്പൊ ഈ ശ്ലോകത്തില് ശിവന്റെ ഹൃദയമിടിപ്പ് പോലും എന്തുണ്ടെങ്കിലേ നടക്കുള്ളൂ, ശിവന് ശക്തി ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അപ്പൊ ശിവൻ എന്നെഴുതുമ്പോ ഈ ഭാര്യയ്ക്ക് വേറൊരു പര്യായം കൂട്ടിണ്ട്, വള്ളി. ശിവന്റെ വള്ളി എടുത്തു കളഞ്ഞാൽ ശിവൻ എന്താവും? ശവമാവും. അപ്പൊ ശിവനെ ജീവൻ വേണമെങ്കിൽ ആരെ വേണം? ശക്തി വേണം എന്ന് തുടങ്ങുന്ന ആ ശ്ലോകം ഓരോ ഭാഗത്തും എഴുതിയിട്ടുണ്ട്. എന്തൊക്കെ ഗുണങ്ങളാണ് വേണ്ടത്, എന്തൊക്കെ ആയിത്തീരാൻ. നല്ലൊരു പ്രഭാഷകനാവണമെങ്കിൽ നല്ല വാക്ചാതുര്യം വേണം, സരസ്വതി നാവിൽ വേണം, തലയില് എന്ത് വേണം? അറിവ് വേണം, പിന്നെ ഹൃദയത്തിൽ ബ്രഹ്മാവും വേണം. ഹൃദയ ഗുഹരമധ്യേ കേവലം ബ്രഹ്മ മാത്രം. ഇന്ന് രാവിലെ ഒരു പ്രയർ ഇവിടെ ചൊല്ലിയിരുന്നു. ആരാ ചൊല്ലിയത്? ഓടിപ്പോയോ? നിങ്ങൾ പറഞ്ഞു. ആത്മാവ്, ബ്രഹ്മാവ് എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയോ മാവുകളുടെ പേര് പറഞ്ഞില്ലേ? ഏതൊക്കെ എത്ര മാവുകളുണ്ടെന്ന്. എത്ര മാവുണ്ട്? ആലും മാവും കൂടിയ ആത്മാവായി അല്ലേ? ബ്രഹ്മവും മാവും കൂടിയാല് ബ്രഹ്മാവായി. ഈ മാവ് ഉണ്ടെന്നുണ്ടാക്കാൻ നമുക്ക് ദോശ ഉണ്ടാക്കാം. ആ ഹൃദയ ഗുഹര മധ്യേ കേവലം ബ്രഹ്മ മാത്രം. ഹൃദയത്തിന്റെ ഉള്ളിൽ ബ്രഹ്മാവ് ഉണ്ടാവും. ആ ബ്രഹ്മാവ് ഉണ്ടാവുന്ന സമയത്ത് ആ ബ്രഹ്മാവിനെ ഉണർത്തിയെടുക്കാൻ ആര് വേണം? അത് മനസ്സിലായിട്ട് ഗുഡ്, ഗുരു വേണം. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണത്. അപ്പൊ അവിടെ പോകുന്ന സമയത്ത് നമുക്ക് അറിവൊക്കെ ഉണ്ടാവും, പക്ഷെ അറിവ് തൊട്ടുണർത്താൻ ഒരു ഗുരു വേണമെന്നാണ്. നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല, ഈ പ്രയർ ചൊല്ലുന്ന സമയത്ത് എത്ര പേര് അതിന്റെ അർത്ഥം ആലോചിച്ചിട്ടുണ്ട്? ഇതിങ്ങനെ കേൾക്കാൻ ഇതിങ്ങനെ കേട്ടിട്ടുണ്ട്, ആഹാ നല്ലതായിട്ട് പാടും കേട്ടോ. എന്താ അർത്ഥം? അർത്ഥം നമ്മൾ ആലോചിച്ചിട്ടില്ല. കാവ്യ ആസ്വാദനം അല്ലെങ്കിൽ ഏത് ആർട്ട് ഫോംസും ആസ്വദിക്കും. എല്ലാം കേൾക്കുന്നത് എന്തും ആസ്വദിക്കാൻ വ്യത്യസ്തമായ ലെവലുകളുണ്ട്. ഓക്കെ, ഒരു ലെവല് ശബ്ദതലം. നിങ്ങളൊക്കെ മിക്കവാറും ആസ്വദിക്കുന്നത് ശബ്ദതലമാണ്. ഒരു പാട്ട് കേൾക്കുമ്പോൾ എന്താ ആലോചിക്കാൻ? എന്റെ ശബ്ദം മാത്രം. ഒരു ഇൻസ്ട്രുമെന്റ് മ്യൂസിക് വായിച്ചാലും ശബ്ദം മാത്രം. പക്ഷെ ആ മ്യൂസിക്കിൽ എന്താണ് പാട്ട് എന്ന് ചിലപ്പോൾ അറിഞ്ഞേ വരില്ല. ചെണ്ട കൊട്ടുന്ന കേൾക്കുമ്പോൾ അതിന്റെ താളമോ അതിലെന്ത് ഭാവമാണോ ഒന്നും ഉണ്ടാവില്ല. ശബ്ദതലത്തിൽ മാത്രം ആസ്വദിക്കുന്നവരുണ്ട്. പിന്നെ അടുത്ത തലത്തിലാണ് ഭാവതലം. ഒരു ഡാൻസ് കളിക്കുന്നതായിട്ട് നമ്മൾ ആ ചെലങ്കയുടെ ശബ്ദം മാത്രം കേട്ടാലും നമുക്കറിയാം ഇത് ഡാൻസ് ആണെന്ന്, അറിയില്ലേ? പക്ഷെ അത് മുഖത്ത് കാണുമ്പോഴാണ് നമ്മൾ ഭാവവും കൂടി മനസ്സിലാക്കുക. അപ്പൊ ഡാൻസ് കുറച്ചും കൂടി ഹയർ ലെവലല്ലേ. ആ ചിലങ്കയുടെ ശബ്ദത്തിനും മുഖത്തെ ഭാവത്തിനും കുറെ ബന്ധമുണ്ട്, ഉണ്ടോ ഇല്ലയോ? ഇത് രണ്ടും കൂടി കണക്ട് ചെയ്ത് മനസ്സിലാക്കുമ്പോഴാണ് ഭാവതലത്തിലേക്ക് നമ്മുടെ ആസ്വാദനം നീങ്ങുക. ശബ്ദതലം, ഭാവതലം. ഇതൊക്കെ അറിയുമ്പോഴും ഇതെന്ത് കഥയാണെന്നൊന്നും അറിയില്ല. ആ കഥയും കൂടി അറിയുമ്പോൾ അടുത്ത തലത്തിലേക്ക് എത്തും. ഏത് തലം? അർത്ഥതലം. സോ യു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ്. അപ്പൊ നമ്മള് വെറുതെ കേൾക്കുന്നതിന് പകരം കുറച്ചുകൂടി ഉള്ളിലേക്ക് ആലോചിച്ച് നോക്കി കഴിയുമ്പോൾ, ഇപ്പൊ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും പക്ഷെ ഇതിന്റെ അർത്ഥം ഈ ഞാൻ പറഞ്ഞതുപോലെ ആലോചിക്കാൻ സാധ്യതയില്ല, ഉണ്ടാവും.
അർത്ഥം പറഞ്ഞാലും അതിനെ നമ്മൾ കണക്ട് ചെയ്തിട്ട് കുറച്ചും കൂടി നമ്മുടേതാക്കി മാറ്റി ഇന്റർപ്രിട്ടേഷൻസും കൂടി കൊടുക്കുമ്പോൾ അതിനെ കഥാസിസ്, രചന തലം എന്നാണ് പറയാം. വ്യത്യസ്തമായ ഒരു അറിവുണ്ടാക്കുക അതിനെക്കുറിച്ച് ഇന്റർപ്രറ്റ് ചെയ്യുക. എൻ്റെ എല്ലാ കുട്ടികളോടും ഞാൻ പറയാറുള്ളതാണ്, ഈ അവസ്ഥ നിങ്ങളിൽ ഉണ്ടാവണം. അത് പ്രേയർ കേൾക്കുമ്പോൾ പോലും ഉണ്ടാവണം. മനസ്സിലായോ? കാരണം കുറേ അർത്ഥമുള്ളത്, എന്തർത്ഥമുള്ള ഇതാണ്. അതും എത്ര ശുദ്ധമായിട്ടാണ് ചൊല്ലണമെന്ന് അറിയാം. ഞാൻ ഇന്ന് ഇത് റെക്കോർഡ് ചെയ്തിട്ട് എൻ്റെ എല്ലാ ഗ്രൂപ്പിലും എത്തിച്ചു കഴിഞ്ഞു. ദോഹയിൽ കേട്ടു, ദുബായിൽ കേട്ടിട്ടുണ്ട്, എല്ലാം കേട്ട് കഴിഞ്ഞു. ഒന്ന് ചൊല്ലു, ഒന്ന് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു. ദീപ ജ്യോതി പരം ജ്യോതി, ദീപ ജ്യോതി ജനാർദ്ദന, ദീപോ ഹരതു മേ പാപം. എന്താണ് ഇപ്പൊ ചൊല്ലിയത്? ഹരതു എന്നുള്ളത് അർത്ഥം ഹരേ കൃഷ്ണ എന്നുള്ളത്. കൃഷ്ണ നശിപ്പിക്കാനാ പറയുന്നത്. ആണോ? നശിപ്പിക്കാൻ മാത്രല്ല, കട്ടെടുത്ത് കൊണ്ടുപോകാൻ അർത്ഥമുണ്ട്. കട്ടെടുത്ത് കൊണ്ടുപോകാൻ നശിപ്പിക്കലേ അല്ലേ? ഇപ്പൊ വീട്ടിൽ നിന്നിട്ട് ഹരേ കൃഷ്ണ എന്ന് ചൊല്ലുമ്പോ കൃഷ്ണ എന്നെ കട്ടെടുത്ത് കൊണ്ടുപോകണേ എന്നാ ചൊല്ലുന്നത്. നല്ല ഭംഗിയുള്ള പെൺകുട്ടികൾ ഒന്നും ചൊല്ലാൻ പാടില്ല എന്ന് പറയും. അടുത്ത ഏതെങ്കിലും വീട്ടിൽ കൃഷ്ണ ഉണ്ടെങ്കിൽ പിടിച്ചോളൂ. കേസ് കൊടുക്കാനൊന്നും പറ്റില്ല. കാരണം അവൾ എന്നോട് കട്ടെടുത്തോളം പറഞ്ഞിട്ട് ഹരേ കൃഷ്ണ ഹരേ രാമ മഹാമന്ത്രം എന്നാ പറയാ. എന്തതിനർത്ഥം? എന്നെ കൃഷ്ണൻ കട്ടെടുത്തോളൂ, എന്നെ രാമൻ കട്ടെടുത്തോളൂ. കട്ടെടുത്താൽ നമ്മൾ ആരതാവും? കൃഷ്ണന്റേതാവും. കൃഷ്ണന്റേതാവുമ്പോൾ നമ്മൾ ആരായി മാറും? ഭഗവാന്റെ മക്കളായിട്ട് മാറും. അങ്ങനെ ആവുകയാണ് വേണ്ടത്. അങ്ങനെയാണല്ലേ ആവുന്നത് അല്ലെ? അങ്ങനെ ആവണമെന്ന് പറഞ്ഞ എത്ര പേർക്കുണ്ട് ഇതിന്റെ അർത്ഥം അറിയുന്നത്? എത്രയോ ആൾക്കാർ ഇത് ചൊല്ലുന്നുണ്ട്. ഞാൻ പല ക്ഷേത്രങ്ങളിലും പ്രഭാഷണത്തിന് പോകുമ്പോൾ പലരോടും ചോദിക്കല്ലോ, 60 വർഷമായിട്ട് സ്ഥിരമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ 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 ഹരേ. ഇതറിയാതെ ചൊല്ലിയാൽ കൃഷ്ണൻ കൊണ്ടുപോകും. എല്ലാം അറിഞ്ഞിട്ട് വേണ്ടത്. അപ്പൊ എന്താണ് കൊണ്ടുപോകുന്നത്? ദീപം എന്തിനെ ഇല്ലാണ്ടാക്കുന്ന പറയണേ? ദീപോ ഹരതു മേ പാപം, ദീപജ്യോതി നമോസ്തുതേ, ശുഭം കരോതു കല്യാണം, ആരോഗ്യം സുഖ കരോതു എന്തുണ്ടാക്കണം എന്നാ പറയണേ? കല്യാണം ഉണ്ടാക്കണം. എന്നുവെച്ചെന്തർത്ഥം? എന്റെ കല്യാണം വേഗം നടത്തുന്നർത്ഥം. കല്യാണം ഉണ്ടാക്കും ഇല്ല. പറയണത് എന്താണ്? എനിക്ക് ശുഭം കരോതു എന്ത് ചെയ്യണം? കല്യാണം ഉണ്ടാക്കണം. എന്താ കല്യാണം? സന്തോഷം എന്ന അർത്ഥം. അപ്പൊ അച്ഛനോട് ചോദിക്കണം, അച്ഛാ കല്യാണം കഴിഞ്ഞു എന്ന്. അച്ഛനോട് ചോദിക്കുക കല്യാണം കഴിഞ്ഞു ഇന്ന് വൈകുന്നേരം പോയിട്ട്. കഴിഞ്ഞു വന്നു. സന്തോഷം കഴിഞ്ഞു അല്ലേ? ഏത് ഡേറ്റിലാ കഴിഞ്ഞു എന്ന് കറക്റ്റ് ആയിട്ട് ചോദിക്കുക. അർത്ഥം അറിയാത്തോണ്ട് എന്തൊക്കെ മണ്ടത്തരം പറഞ്ഞത്. ഇപ്പൊ മിക്കവാറും ഞാൻ ഈ ചോദിച്ചാൽ എല്ലാരും പറയും ഇല്ല. തമിഴിലുള്ളതാണ് ശരിക്ക് കല്യാണത്തിൽ ഇരിക്കരുത്. ഇപ്പൊ കല്യാണത്തിൽ ഇരിക്കുക എന്നാ പറയാ. അച്ഛനും അമ്മയും കല്യാണത്തിൽ ഇരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞിട്ടില്ല. കാരണം കല്യാണം അല്ല വിവാഹം, രണ്ട് വ്യത്യാസം. നമ്മൾ പലപ്പോഴും ഉപയോഗിച്ചുള്ള വാക്കുകൾ. പക്ഷെ കല്യാണത്തിന് ക്ഷണിക്കാം. എന്താ കാര്യം? സന്തോഷമുള്ള ദിവസം ക്ഷണിക്കാതാണ്. അത് കഴിഞ്ഞു എന്നാണ് അന്ന്. എന്നുവെച്ചാൽ സന്തോഷം കഴിഞ്ഞു പറയാൻ പറ്റുമോ?
ഇല്ല. ഓക്കെ? ദ്വേഷബുദ്ധി വിനാശായ ദുഷ്ടചിന്തകളാണ് ദ്വേഷം, അല്ലെങ്കിൽ വിരോധമുണ്ടാക്കുന്ന ചിന്തകളാണ് ദ്വേഷം. ദ്വേഷം എവിടെയാ ഉണ്ടാവണേ? ഇയാൾ എന്റെ വിരോധിയാണ് എന്ന് എനിക്ക് തോന്നുന്നത് ഇയാളുടെ ബുദ്ധിയിലാണോ എന്റെ ബുദ്ധിയിലാണോ? എന്റെ ബുദ്ധിയിലാണ്. ഇയാൾക്കത് തോന്നുന്നില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇയാളുടെ വിരോധിയല്ല, പക്ഷെ ഇയാള് എന്റെ വിരോധിയാണ്. ആണോ അല്ലയോ? അപ്പൊ ആരെങ്കിലും ഒരാള് നമ്മുടെ വിരോധിയാണെന്ന് പറയുമ്പോ അയാളാണോ മോശക്കാരൻ, ഞാനാണോ മോശക്കാരൻ? മനസ്സിലാവുണ്ടോ? ശരിക്കും ശ്രദ്ധിക്കണം. ഇയാൾ എന്റെ വിരോധിയാണെന്ന് ഞാൻ പറയുമ്പോ ഇയാൾ മോശക്കാരനാണെന്ന് ഞാൻ പറയാന്ന് വിചാരിക്കുക. പറയുന്ന സമയത്ത് സാധാരണ ജനങ്ങൾ വിചാരിക്കുക ഇയാൾ മോശക്കാരനാണെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഞാനാണോ മോശക്കാരൻ, ഇയാളാണോ മോശക്കാരൻ? പറയുന്ന ആളാണ് മോശക്കാരൻ അല്ലേ? അതുകൊണ്ട് ഒരിക്കലും ഒരാളെ കുറിച്ചും മോശമാണെന്ന് പറയരുത്. അങ്ങനെ പറയുമ്പോ കേൾക്കുന്ന ആൾക്കുള്ള ധാരണ പൊതുവെ തെറ്റാണ്. പക്ഷെ ഇനി നമുക്ക് എന്ത് ധരിക്കണം? പറയുന്ന ആളാണ് മോശം അല്ലേ? ആ ബുദ്ധി, എന്ത് ബുദ്ധി? ഇദ്ദേഹം മോശമാണെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന എന്റെ ബുദ്ധി ഇല്ലാണ്ടാക്കണേന്നാ പറയണത്. ബുദ്ധി ഇല്ലാണ്ടാക്കണേന്നല്ല. എന്ത് ബുദ്ധി ഇല്ലാണ്ടാക്കണേന്ന്? ദുഷ്ടചിന്തകൾ തോന്നുന്ന എന്റെ ബുദ്ധി ഇല്ലാതാക്കണേന്ന്. ദേവി പിന്നെ സഹസ്രനാമത്തിലൊക്കെയുള്ള ശത്രുബുദ്ധിർ വിനാശായ, ശത്രുബുദ്ധിർ വിനാശായ ദേവിയുടെ ഒരു പര്യായമാണ്. ഇയാള് ശത്രുവാണെന്ന എന്റെ തോന്നല്, എന്റെ ബുദ്ധി ഇല്ലാണ്ടാക്കണം. ഏത് ബുദ്ധിയാണ് ഇല്ലാണ്ടാക്കേണ്ടത്? ശത്രുതാ ബുദ്ധി ഇല്ലാണ്ടാക്കണേ. അങ്ങനെ ഇല്ലാതാക്കിയാൽ ഇയാൾ എന്റെ ശത്രുവല്ല എന്ന് പറഞ്ഞാൽ ഇയാൾ എന്റെ മിത്രമായോ? അപ്പൊ എനിക്ക് ഡബിൾ ബെനിഫിറ്റ് ആയി. ആണോ അല്ലയോ? അപ്പൊ ഒരിക്കലും ആരോടും വിരോധം തോന്നാതിരിക്കാനുള്ള അവസ്ഥ എനിക്ക് ഉണ്ടാക്കണേന്നാണ്. എന്ത് രസകരമായ സങ്കല്പമാണെന്ന് ചോദിച്ചു. ഇതൊന്നും ദൈവസങ്കല്പമല്ല, ഇതൊക്കെ ജീവിത സങ്കല്പങ്ങളാണ്. ഭാരതീയ ശാസ്ത്രത്തിലെ നമ്മുടെ എല്ലാ ഭാരതീയ ചിന്തകളും ഒരിക്കലും എന്തിനു വേണ്ടിയായിരുന്നില്ല? മതപ്രചാരണത്തിന് വേണ്ടിയായിരുന്നില്ല. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാ മനുഷ്യന്മാർക്കും നല്ല ചിന്തകളും നല്ല ബോധവും നല്ല ജീവിതവും ഉണ്ടാക്കി കൊടുക്കാനുള്ള കുറേ ചിട്ടകളാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അതിൽ സൈക്കോളജി കാണാം, സോഷ്യോളജി കാണാം. ആദ്യത്തെ സൈക്കാട്രിസ്റ്റ് ആണ് ഡോക്ടർ വസിഷ്ഠൻ. അയാളുടെ ആദ്യത്തെ പേഷ്യന്റ് ആണ് രാമൻ. ഇത് രസകരമായിട്ടാണ് യോഗ വാസിഷ്ഠത്തില് രാമന്റെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ വസിഷ്ഠൻ പറഞ്ഞു കൊടുത്തതെന്നറിയും. ഓക്കെ? അപ്പോ അവിടെയൊക്കെ കാണുന്നത് ഇതാണ്. എന്തെങ്കിലും ആരെക്കുറിച്ചെങ്കിലും കുറ്റം പറയുന്ന അവസ്ഥയുണ്ടായാൽ അതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റുക, ആ ബുദ്ധി ഇല്ലാണ്ടാക്കി മാറ്റുക. അതാണ് ഉണ്ടാവേണ്ടത്. ദ്വേഷബുദ്ധി വിനാശായ ആത്മജ്യോതിർനമോസ്തുതേ. ആത്മാവിൽ ജ്യോതി വരണമെങ്കിൽ ബുദ്ധിയിൽ എന്ത് ഇല്ലാണ്ടാവണം? ദുഷ്ടചിന്തകൾ ഇല്ലാണ്ടാവണം. ഓക്കെ? ആത്മജ്യോതി പ്രദീപ്തായ ബ്രഹ്മജ്യോതിർനമോസ്തുതേ. അങ്ങനെയുള്ള ആത്മാവിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ബ്രഹ്മം ഉണ്ടാവുള്ളൂ, ക്രിയേറ്റിവിറ്റി ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് നല്ല ചോദ്യങ്ങളും അറിയാനുള്ള ആഗ്രഹവും ഉണ്ടാവുള്ളൂ. ദുഷ്ടചിന്തകൾ നടക്കുമ്പോൾ അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കും. അവളെ കൊള്ളില്ല, അവനെ കൊള്ളില്ല, എന്ത് കഷ്ടാണ് പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ആ സമയത്ത് പഠിക്കാൻ തോന്നും. എന്താ ആലോചിച്ച് നോക്കി, ഇത് ശരിക്ക് ആർട്ട് ഓഫ് ലേണിംഗ് ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ആണോ അല്ലയോ? യെസ്. പിന്നെ ബ്രഹ്മജ്യോതി പ്രദീപ്തായ ഗുരുജ്യോതിർനമോസ്തുതേ. അതിന് എന്ത് കൊടുക്കുന്നത്? തുടക്കം കൊടുക്കുന്ന ആളാണ് ആര്? നിങ്ങളെ ക്രിയേറ്റീവ് ആക്കി മാറ്റുകയാണ് പഠിപ്പിക്കേണ്ടത്. ഇന്നലെ ഞാൻ പറഞ്ഞതാണ് ക്രിയേറ്റ് ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ് ഫോർ നോളജ്. ഇന്നലെ ഞാൻ പഠിപ്പിച്ചതിന്റെ യഥാർത്ഥ വിജ്ഞാനം എനിക്ക് കിട്ടിയത് ഇത്തരം ശ്ലോകങ്ങളിൽ നിന്നാണ്. അപ്പൊ എന്റെ എല്ലാ ടെക്നിക്സും അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഓരോ വാക്കുകളുടെയും ഒറിജിൻ എവിടെയാണെന്ന് നോക്കിയാൽ എപ്പോഴോ പഠിച്ചിട്ടുള്ള ഇത്തരം ശ്ലോകങ്ങളായിരിക്കും. ഓക്കെ? ബി ക്രിയേറ്റീവ്, സ്റ്റാർട്ട് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞു തുടങ്ങിയത് എന്താണ്? ഗുരുവിന്റെ കൂടെയുള്ള യാത്രയിലാണ് എനിക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ തോന്നിയത്. ആണോ അല്ലയോ? ഈ ശ്ലോകത്തിന്റെ സാരം അത് തന്നെയല്ലേ? പിന്നെ
ലാസ്റ്റ് ഒന്നുകൂടി ആ ലാസ്റ്റ് ബ്രഹ്മജ്യോതി പ്രദീപ്തായ ഗുരുജ്യോതിർനമോസ്തുതേ. അപ്പൊ എന്ത് ചെയ്യണം? ചോദ്യങ്ങൾ ഉണ്ടാവണം. ഓക്കെ, ആ ചോദ്യങ്ങൾ കുറച്ച് ബുദ്ധിയിൽ വിവരമുള്ളവർക്കേ ചോദ്യം ചോദിക്കാൻ പറ്റും. തീരില്ലാത്തൊക്കെ ചോദിക്കാൻ പറ്റുമോ? ലാംഗ്വേജ് വേണം, കുറച്ച് അറിവും വേണം. അങ്ങനെ കുറച്ച് അറിവുകൾ കൂട്ടി 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 കൊണ്ടുവരാൻ പറ്റും ചോദ്യങ്ങളിലൂടെ. ഇപ്പൊ ശങ്കരാചാര്യര് കൈലാസത്തിൽ പോയി എന്ന അറിവുള്ളത് കൊണ്ടാണ് എനിക്ക് ചോദിക്കാൻ പറ്റിയത്. ശങ്കരാചാര്യര് കൈലാസത്തിലെ നാട്ടുകാരനല്ല, കേരളത്തിലെ നാട്ടുകാരനെന്ന് അറിയുന്നത് കൊണ്ടാണ് അദ്ദേഹം എങ്ങനെയാണ് കാലടിയിൽ നിന്ന് അവിടെ വരെ പോയി എന്ന് ചോദിക്കുന്നത്. ആണോ? ഇപ്പൊ രണ്ട് ചോദ്യങ്ങൾ നമുക്ക് ഉത്തരം അറിയുമ്പോഴാണ് മൂന്നാമതൊരു ചോദ്യം ഉണ്ടാക്കാൻ പറ്റുക. അടുത്ത ചോദ്യം കൂടി, ശങ്കരാചാര്യര് അത്രയും ചെറിയ പ്രായത്തില്, അദ്ദേഹം മരിച്ചതിന്റെ അനിയനായിട്ടാണ്. എനിക്ക് 50 വയസ്സ് പ്രായമുണ്ട് ഇപ്പൊ. അപ്പോ ശങ്കരാചാര്യര് എപ്പോഴാണ് മരണപ്പെട്ടത്? ചെറിയ പ്രായത്തിലാണ് അല്ലേ? നിങ്ങളുടെയൊക്കെ ചേട്ടന്മാരായിട്ടാണ്. പക്ഷെ എന്റെയൊക്കെ അനിയനായിട്ടാണ് ആര് മരിച്ചത്? ശങ്കരാചാര്യ മരിച്ചത്. എന്ന് പറയുമ്പോ ആ പ്രായത്തിൽ എങ്ങനെ ശങ്കരാചാര്യര് ഞാൻ കൈലാസം പോയതിനേക്കാളും മുന്നേ പോയിട്ടുണ്ട് നടക്കാം. മുന്നേ പോയിട്ടെന്ന് പറഞ്ഞാൽ പ്രായം കൊണ്ട് മുന്നേ പോയിട്ടുണ്ട്. അപ്പൊ ആ കാലത്ത് എങ്ങനെയാ പോയത്? നമ്മൾ ഫ്ലൈറ്റിലാണ് കാഠ്മണ്ഡു വരെ പോവാ. അവിടുന്ന് ലാൻഡ് ക്രൂസറിലാണ് ഡ്രൈവ് ചെയ്ത് പോവാ. 18 മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് പോകണം. 3 ദിവസം 4 ദിവസം നടക്കണം. ആ സമയത്ത് നമുക്ക് നല്ല ഡോൺ ജാക്കറ്റും ഒക്കെ ഇട്ടിട്ടുണ്ടാവും, മഫ്ലറും ഒക്കെ ഇട്ട് പോയിട്ടുണ്ട്. ഇതൊക്കെ ഇട്ടിട്ടാണോ ശങ്കരാചാര്യ പോയത്? ആലോചിക്കാൻ പറ്റൂലേ അല്ലെ? ശങ്കരാചാര്യ ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ. തൊപ്പിയൊക്കെ ഇട്ട്, ഷൂ ഒക്കെ ഇട്ട്, കോട്ടൊക്കെ ഇട്ട്, ഇന്നർ വെയറൊക്കെ ഇട്ടിട്ടാണ് പോയത്. ആണോ? എന്തേ അവിടെ ശിവൻ നിൽക്കണമെന്ന് ആലോചിച്ച് നോക്കട്ടെ. ആ തണുപ്പില് കൈലാസത്തില് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് എങ്ങനെ അങ്ങനെ നിൽക്കണേ? അവരൊക്കെ അക്ലമറ്റൈസ്ഡ് ആണ്. ആ കണ്ടീഷനിൽ ജീവിക്കാൻ അവർക്ക് അറിയാം. ആ കണ്ടീഷനിൽ ജീവിക്കുന്ന ചില ജീവികളുണ്ട്. ആ ബിയറിനൊക്കെ കുറേ രോമമുണ്ട്. അങ്ങനെയാണെങ്കിൽ ശിവന്റെ ദേഹത്തൊക്കെ നിറച്ചു രോമം ഉണ്ടാവണ്ടേ? ഉണ്ടോ? പുരികത്തിന്റെ മുമ്പിലൊക്കെ കുറേ ഇമാജിൻ. ഇതൊന്നും അല്ലാണ്ട് എങ്ങനെയാ അവിടെ ജീവിച്ചത്? എന്ത് ചോദ്യം? ഇതേ ചോദ്യം ഞാൻ തിരുമേനിയോട് ചോദിച്ചതാണ്. എന്റെ കൂടെ ഞാൻ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് തിരുമേനിയോട് ഞാൻ ചോദിച്ചതാണ്, എന്റെ ഗുരുവിനോട് ചോദിച്ചതാണ്, KPC യോട്, എങ്ങനെയാ അവരൊക്കെ താമസിക്കുന്നത്? തിരുമേനിയാണെങ്കിൽ ഷർട്ടൊക്കെ ഇട്ടിട്ടായിരുന്നു, അതൊക്കെ അയച്ചു. നല്ല തണുപ്പ്, എല്ലാരും കിട്ടക്കിട്ട ഉറക്കാണ്. ഷർട്ടൊന്നും ഇടാണ്ടിരുന്നത്. ശിവശിവ 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 ശിവശിവ. ഒരു തണുപ്പില്ല. 76 വയസ്സുള്ള മനുഷ്യൻ. നല്ല അത്ലറ്റ് ഉണ്ടായിരുന്നു ഹൈദരാബാദ് ഓടുന്നു. അയാൾക്കൊക്കെ കാണുമ്പോ തന്നെ ഉറക്കപ്പെടും. എന്താ കാരണം? എല്ലാ പവറിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു പവറാണ് എന്ത്? സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ആത്മാവിൽ കിട്ടുന്നൊരു ബലമുണ്ട്, മനസ്സിലായോ? അത് കിട്ടുമ്പോ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല.